ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മാത്രമായിരുന്നു. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി യേശുവിനെ പറ്റി കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായത്. എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, എൻ്റെ വീടിനടുത്ത് ഉള്ള പള്ളിയിൽ, സെൻറ്റ് മേരീസ് പള്ളിയിൽ എല്ലാ വർഷവും ധ്യാനമുണ്ടാകാറുണ്ട്. പക്ഷെ ഞാൻ 9th പഠിക്കുമ്പോൾ ഉണ്ടായ ധ്യാനം പോപ്പുലർ മിഷൻ ധ്യാനം. പോപ്പുലർ മിഷൻ ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ വിൻസെൻഷ്യൽ കോൺഗ്രിഗേഷൻപ്പെട്ട അച്ഛന്മാർ നടത്തുന്നതാണ്. ആ ധ്യാനത്തിൻ്റെ പ്രത്യേകത പള്ളിയിൽ നടത്തില്ല ഒരു ധ്യാനം, പിന്നെ ഏതെങ്കിലും വീടിൻ്റെ മുറ്റത്ത് നടത്തുക. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്രൈസ്തവ സഹോദരൻ്റെ വീട്ടിൽ ധ്യാനം ഉണ്ടായി. പ്രസംഗം എൻ്റെ വീട്ടിലേക്ക് നന്നായിട്ട് കേൾക്കാമായിരുന്നു. വീട്ടിലിരുന്ന് ഞാൻ ശ്രദ്ധിച്ചു എന്താ ഈ പറയണേന്ന്. അപ്പം എൻ്റെ അച്ഛന് കുറച്ചും കൂടിയും തുറന്ന മനസ്ഥിതിയുള്ള ആളായിരുന്നു. അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളച്ചിട്ടയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, നന്ദു, അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കേട്ടോളൂ. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ സ്വകാര്യ സ്വത്തല്ല, യേശു എല്ലാവരുടേതുമാണ്, മോന് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരോടുകൂടെ അവിടേക്ക് പോയിപ്പോൾ അച്ഛൻ പറഞ്ഞു, നോട്ട്ബുക്കും പേനയും കൊണ്ടുകൂടാ, ഉള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ കുറിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു നോട്ട്ബുക്കും പേനയുമായിട്ട് ഞാനവിടെ പോയി. രാവിലെ 5 മണിക്കാണെന്ന് ഓർക്കണം കേട്ടോ, വെളുപ്പിന് 5 മണിക്കാണ് ധ്യാനം, എഴുന്നേറ്റ് വരുന്നേന്ന് ധ്യാനം. പിന്നെ രാവിലെ 8 മണി വരെ ഉണ്ടാവുള്ളൂ. പിന്നെ സ്കൂളിൽ പോവാം, ജോലിക്ക് പോകേണ്ടവർക്ക് അങ്ങനെ പോവാം. അങ്ങനെ ആ ധ്യാനം പിന്നെ വൈകിട്ട് 5 മണി മുതൽ ഒരു 9 മണി വരെയൊക്കെ ഉണ്ടാവും. 2 നേരവും ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു. എനിക്ക് നല്ല ഇഷ്ടമായി ധ്യാനം, പക്ഷെ ഒന്നും മനസ്സിലായില്ല. എനിക്ക് ഇഷ്ടമായി ധ്യാനം. ഇഷ്ടമായെന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം, ഒരു ഇന്നർ ഫ്രീഡം ഫീൽ ചെയ്യുന്നു. ഇതെങ്ങനെയാണോ ഈ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷവും തോന്നുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നി. എന്നാലും ഈ 5 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു സെമിനാരി സ്റ്റുഡൻറ്റ് ഒരു പുതിയ നിയമം ബൈബിൾ എനിക്ക് തന്നു. ആ ബൈബിൾ എല്ലാ ദിവസവും വായിക്കണമെന്ന് പറഞ്ഞു. എന്ത് വായിച്ചാലും സംശയമുണ്ടാവും. സംശയമുണ്ടാകുന്നത് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വായിച്ചാൽ ആൾ വളരുകയുള്ളൂ എന്ന് പറയുന്നത്. വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുണ്ടാവും. ചോദനയിൽ നിന്ന് ഉയരുന്നതാണ് ചോദ്യം. ചോദ്യങ്ങളുള്ളവരാണ് മിടുക്കന്മാരും മിടുക്കികളും, ഉത്തരം പറയുന്നവരല്ല. അപ്പോൾ വായിച്ചപ്പോൾ സംശയങ്ങളുണ്ടായി, ധാരാളം സംശയങ്ങൾ. എനിക്ക് ആദ്യമുണ്ടായ സംശയം, എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള ഒരു യാക്കോബായ സഭയിൽപ്പെട്ട ഒരാളുണ്ട്. എനിക്ക് അടുപ്പമാണ് ആ വീട്ടിൽ. അവിടെ ഒരു ചേച്ചിയുണ്ട്, റീന ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചേച്ചിയുടെ അടുത്തിരിക്കുമ്പോൾ അവരുടെ ബൈബിൾ ഞാൻ നോക്കി. എൻ്റെ സൈഡെല്ലാം ചുമന്ന കളറൊക്കെ ഉള്ളൊരു ബൈബിൾ. അപ്പോൾ ഞാൻ ആ ബൈബിൾ ഇങ്ങനെ നോക്കിയപ്പോൾ, എൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കിയപ്പോൾ 66 പുസ്തകങ്ങളുണ്ട് അതിൽ. കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സംശയമായിരുന്നു. ഇതാരോട് ചോദിക്കും സംശയം? അപ്പം എൻ്റെ കൂടെ പഠിച്ച 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനോട് ഞാൻ അന്നേ ചോദിച്ചു, ഈ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, കുറേ പ്രാർത്ഥന കൂടിയിട്ടൊരു സാധനമാണ് കുർബാന എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്ര തൃപ്തി വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിത് പള്ളിയിൽ അച്ഛനോട് ചോദിക്കാം എന്ന് കരുതി. നമ്മളെന്തിനാ ആരെയും ഭയപ്പെടണേ, നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ അറിവുള്ള ആളുകളുടെ അടുത്ത് പോവാലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛനാണെങ്കിൽ എന്നെ പരിചയമില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, എൻ്റെ ഫുൾ നെയിം നന്ദനൻ എന്നാണ്. ആളുകൾ ഷോർട്ട് ഫോമിൽ നന്ദു എന്ന് വിളിക്കുന്നതാണ്. അച്ഛാ, ഞാൻ പറഞ്ഞു, എൻ്റെ പേര് നന്ദനൻ എന്നാ. ഇവിടെ ഒരു പട്ടാളക്കാരനില്ലേ, ആളുടെ മോനാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പം അച്ഛന് മനസ്സിലായി, എൻ്റെ ഈ അച്ഛനറിയാം, പയസ് ചെറുപ്പണത്തച്ഛൻ. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, മോനിരിക്കൂ, എന്താ പോകുന്നതെന്ന് ചോദിച്ചു. 2 മിഠായിയൊക്കെ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ മുമ്പിൽ യാക്കോബായ സഭയിലൊരു കൂട്ടരുണ്ട്, അവരുടെ ബൈബിളിൽ 66 പുസ്തകങ്ങളും നിങ്ങളുടെ ബൈബിളിൽ 73 പുസ്തകമാണ്. ഞങ്ങൾക്ക് സ്വന്തമായ അമ്പലമൊക്കെ ഉള്ളതാണ്, എന്നാൽ ഇതൊക്കെ അറിയാൻ ആഗ്രഹിച്ചു വന്നാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, കുറേ പഠിക്കാനുണ്ട്, കൂടുതലുള്ള പുസ്തകങ്ങളെ അപ്പോക്രിഫൽ ബുക്സ് എന്ന് പറയും, നിനക്ക് വല്ലതും മനസ്സിലാവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പഠിക്കണം, നല്ല മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായ എന്തോ, ഞാൻ അവിടെ നിന്ന് പോന്നു. അച്ഛൻ 1-2 മിഠായി പിന്നെയും തന്നു. വല്ലപ്പോഴൊക്കെ വരണം എന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഞാൻ പോകും. പള്ളി കയറില്ല. പള്ളി കയറാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കുരിശുരൂപം എനിക്ക് വല്ലാത്ത ഭയമാണ്. ഇങ്ങനെ രക്തം പുരണ്ട്, അതോ ഞങ്ങളുടെ പള്ളിയിലെ ക്രൂശുരൂപമാണെങ്കിൽ കുറച്ചും കൂടി രക്തം വരുന്നൊക്കെയാണ്. ഞാൻ പള്ളിക്കകത്ത് കയറില്ല, പുറത്തുനിന്ന് നോക്കുള്ളൂ. എനിക്ക് പേടിയാണ് അകത്തേക്ക് കയറാൻ. എന്നാലും അച്ഛൻ പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ കിടന്നു, പഠിക്കണം.
ആരോട് ചോദിക്കും ഇത് പഠിക്കാൻ? കുർബാനയുടെ ഡെഫിനേഷൻ ചോദിച്ച ആൾ പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ ഇത് ആരോട് ചോദിക്കും ഇപ്പോൾ? അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ബൈബിൾ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ഡോക്ടറേറ്റ് നേടിയ ആളുകളെ സമീപിക്കണം. മുറിവൈദ്യന്മാർ ആളെ കൊല്ലുന്ന പറഞ്ഞത്. ഈയിടെ തന്നെ ഒരു സ്ത്രീ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ കത്രിക അകത്ത് വെച്ച് കെട്ടിത്തുന്നിയത്, എന്നിട്ട് പിന്നെ വലിയ പ്രശ്നമായി. പിന്നീട് വലിയ മുതിർന്ന ഡോക്ടേഴ്സിനെ കൊണ്ട് പറയിപ്പിച്ചു, കത്രിക ഒന്നകത്ത് വെച്ചതൊന്നുകൊണ്ട് കുഴപ്പമൊന്നുണ്ടല്ലോ ഒന്ന്. കത്രികയ്ക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ചേച്ചി അകത്ത് അവിടെ പിടിയായി. അപ്പോൾ എന്താണെങ്കിലും മുറിവൈദ്യൻ ആളെ കൊല്ലും അല്ലേ? അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച ആളുകളുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ഇതിൽ ഡോക്ടറേറ്റ് നേടിയ ആളുകളെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ കാലടിയിൽ സമീഷ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ജെസ്യൂട്ട് സഭയിലെ അച്ഛന്മാർ നടത്തുന്ന സ്ഥാപനമാണ് SJ സൊസൈറ്റി ഓഫ് ജീസസ്. അപ്പോൾ അവിടെ ഞാൻ ചെന്നു. അവിടെ ബൈബിൾ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ബൈബിൾ മാത്രമല്ല, വത്തിക്കാൻ കൗൺസിൽ എനിക്ക് അറിഞ്ഞുകൂടെ, എന്താണെന്ന് അറിയാൻ വിചാരിച്ച് അവിടെ ചെന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛനോട് ചോദിച്ചു, എന്താ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇവിടെ ബൈബിൾ അൽമായരെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ പഠിക്കാൻ വന്നു. അന്ന് 20 വയസ്സായപ്പോഴേക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോലി കിട്ടി റിട്ടയർമെൻറ്റ് പീരീഡിലായ ആളുകളെ പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ, ഞാൻ ചത്തുപോയാലോ ഇതിനു മുമ്പ്? ചത്തൊന്നും പോകില്ല, നീ പിന്നെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ പഠിക്കുന്നത് ആരൊക്കെയാണ്? ഇവിടെ റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, വക്കീലുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പോലീസുകാരുണ്ട്. ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇരുന്നോളാം, ഞാൻ പഠിക്കാം. അസൈൻമെൻറ്റ് എഴുതി തരുമോ? എഴുതി തരാം. നിങ്ങൾ പഠിപ്പിക്കും, ഞാൻ എഴുതി തരാം. നീ പോ, ചെറുപ്പാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകാരനായിരിക്കില്ലേ? അപ്പം ഞാൻ ഇറങ്ങിപ്പോന്നിട്ട് തിരിഞ്ഞു നിന്നൊന്നും ഞാൻ അച്ഛനോടൊരു വാക്ക് പറഞ്ഞു, കണ്ട കളവന്മാരെ പഠിപ്പിക്കാതെ ചോര നീരുള്ള ആൾക്കാരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ കൈയടിച്ച് എന്നെ വിളിച്ചു, വാടോ ക്ലാസ്സിൽ വന്നിരുന്നോളാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴെന്നെ കയറ്റിയിരുത്തിയുള്ളൂ. അങ്ങനെ 1-2 കൊല്ലമായി. നമുക്ക് പറയാനുള്ളത്, നമ്മൾ വല്ലവരുടെ വരമ്പത്ത് ജീവിക്കുന്നതാണോ? നമുക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വരണം. തെറിയൊന്നും പറയുന്നില്ലല്ലോ. ഏതായാലും അച്ഛൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ 2 വർഷം ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പം കുറച്ച് ഐഡിയ കിട്ടി എനിക്ക്, എന്നാലും അത്ര അങ്ങോട്ട് ശരിയായില്ല. ഇതിനിടയ്ക്ക് ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുമ്പ് കാറ്റഗിസം പഠിക്കണമെന്നൊരാഗ്രഹം തോന്നി. ഈ പള്ളിയിൽ ചെന്ന്, അമ്പലത്തിലാണെങ്കിൽ ഒന്നും പഠിപ്പിക്കണില്ല, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് തൊഴുത് വരാമെന്നല്ലാതെ പഠിപ്പിക്കണം, നമുക്ക് ടീച്ചിങ്സ് കിട്ടണം, നല്ല കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ കാറ്റഗിസം ടെക്സ്റ്റ് എവിടെ നിന്ന് കിട്ടും? പള്ളിയിൽ തന്നെ പഠിപ്പിക്കില്ല. അപ്പം ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിൽ ചെന്ന് കാറ്റഗിസം ടെക്സ്റ്റ് വിദ്യാജ്യോതിയിൽ കിട്ടും. ഞാൻ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കാറ്റഗിസം ടെക്സ്റ്റ് കാശ് കൊടുത്ത് വാങ്ങിച്ചു. എൻ്റെ അച്ഛനാണ് പൈസ തരുന്നത്. മേടിച്ചോളം പറഞ്ഞു. 12-ാം ക്ലാസ് ടെക്സ്റ്റ് വരെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് വായിക്കാൻ തുടങ്ങി. 5-ാം ക്ലാസ് വരെ ഏറെക്കുറെ മനസ്സിലാവും. എനിക്ക് മനസ്സിലാകാതെ ഭാഗങ്ങൾ ഞാൻ പറയാം. പഴയ നിയമത്തിലെ പെസഹ, പുളിപ്പില്ലാത്ത തിരുനാൾ, ആദ്യഫലക്കത്തിയുടെ തിരുനാൾ, കൂടാര തിരുനാൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ നന്നായിട്ട് പഠിച്ചു. പഴയ നിയമത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം, പുതിയ നിയമത്തിൽ എന്താണെന്ന് പഠിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഒരാൾ വേണം പഠിപ്പിക്കാൻ, ഒരു ടീച്ചർ വേണം. ഹിന്ദുക്കൾ പറയും, അജ്ഞാനതിമിരത്തെ മാറ്റി അറിവിൻ്റെ തീരത്തേക്ക് നയിക്കുന്നവനാരോ അവനാണ് ഗുരു. ഇഗ്നറൻസ്, അജ്ഞത ഒരു തിമിരമായിട്ടാണ് പറയുന്നത്. കണ്ണിന് തിമിരത്തിൻ്റെ അസുഖം വരില്ലേ? എന്നുപോലെ അജ്ഞാനതിമിരം, അറിവില്ലായ്മയുടെ തിമിരം മാറണം. എങ്ങനെ മാറിക്കിട്ടും? അങ്ങനെ ഇരിക്കുമാണ് മൈക്കിൾ കാരിമറ്റ് അച്ഛൻ. അദ്ദേഹം ബൈബിൾ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കിട്ടി. ഇടയ്ക്കൊക്കെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കും. ഏത് പാതിരാത്രിക്ക് അച്ഛനെ വിളിച്ചാലും അച്ഛൻ സംശയങ്ങൾ തീർത്തരും. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈയിടെ അച്ഛൻ മരിച്ചുപോയി. ഇത് ആര് പഠിപ്പിച്ചു തരും? ഇത് ഞാൻ ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങിയെന്ന് വായിക്കാൻ ശ്രമിച്ചു. ലേവ്യ പുസ്തകത്തുമ്പോഴേക്കും ഒരുമാതിരി വശക്കേടാവും. നമ്മൾ ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, ആടിനെ കഴുത്ത് മുറിക്കണം, തൊലി പൊളിക്കണം, കഷ്ണാക്കണം, കഴുകണം, തീ വെച്ച് കത്തിക്കണം, മുഴുവൻ കത്തിക്കലും പുകയ്ക്കലും തന്നെ. ഇത് എന്ത് എഴുതി വെച്ചേനെ? പിന്നെ വായിക്കുമ്പോൾ ഉറക്കവും വരുന്നു. തേനും വയമ്പും ഈ തായ് ഒഴുകും മനുഷ്യൻ വീഴും. ഇതിൻ്റെ അർത്ഥം എന്താണാവോ? ഇത് ആരെങ്കിലും ഒന്നും മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ. ഒരു രക്ഷയുമില്ല. ആഗ്രഹിച്ചു, ദൈവം ഇതൊന്ന് മനസ്സിലാക്കി തരാൻ കഴിവുള്ളൊരു ആളെനിക്ക് കിട്ടാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു അനാഥശാലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ അവിടെ ചെറിയ പ്രസംഗങ്ങൾ നടത്തും.
ഒരു ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ മെസ്സേജ്, വലിയ പ്രസംഗമൊന്നുമല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോൻ പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞു. സർ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം, എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ശങ്കരനാരായണ പണിക്കർ. ശങ്കരനാരായണ പണിക്കർ എന്നെ എങ്ങനെ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് എങ്ങനെ അറിയാം? സാറ് പറഞ്ഞു, ഞാൻ MA ഫിലോസഫി കഴിഞ്ഞ ആളാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജർമ്മൻകാരുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മിഷണറിമാരിൽ നിന്ന് ദൈവവചനം നന്നായി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദങ്ങളിൽ നല്ല പരിജ്ഞാനമുണ്ട്. ഹൈന്ദവർക്ക് 4 വേദങ്ങളുണ്ട്: ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. 4 വേദങ്ങളെ പഠിച്ചവരെ ചതുർവേദി എന്നാണ് പറയുക. അങ്ങനെ വേദങ്ങളിൽ സംസ്കൃത ഭാഷാ പണ്ഡിതനാണ്. ഇംഗ്ലീഷ് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ലോകത്തിലെ ഏത് പുസ്തകങ്ങളിൽ നിന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് കൊണ്ടുതന്ന ആളാണ്, വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സാറ് എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, നന്ദു, ബൈബിൾ പഠിക്കുന്നത് പഴയ നിയമം പുതിയ നിയമം കോറിലേറ്റ് ചെയ്യണം. അതിനെ ടൈപ്പോളജി എന്നാണ് പറയുക, നോട്ട് സൈക്കോളജി. ടൈപ്പ് ആൻഡ് ആൻറ്റി ടൈപ്പ്. പഴയ നിയമം നിഴലുകളും പുതിയ നിയമം പൊരുളുകളുമാണ്. അങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ പഠിപ്പിക്കാവോന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ 25 വർഷം ഓരോ ദിവസം 3 മണിക്കൂർ വെച്ച് ഞാൻ ചെലവഴിച്ചു. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ 85ഓളം വയസ്സ് ഏകദേശമായിട്ടുണ്ട്. വയ്യാതെയായി അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് നല്ല കഴിവുള്ള ആളുകളാണ്, നിങ്ങൾക്ക് ധാരാളം ആയുസ്സും ആരോഗ്യം ദൈവം നൽകട്ടെ. എന്താണ് ബൈബിളിൻ്റെ എസെൻസ് എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഹിന്ദുമതം എന്താണ് പഠിപ്പിക്കുന്നത്? ആത്മരക്ഷയെക്കുറിച്ച് ഹിന്ദുമതം എന്ത് പഠിപ്പിക്കുന്നു? പിന്നീട് ഇസ്ലാം മതം എന്ത് പഠിപ്പിക്കുന്നു? പിന്നീട് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു ഞാൻ പറയും. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചിത്രം കിട്ടും. ഹിന്ദുക്കൾ എന്താണ് പഠിപ്പിക്കുന്നത്? ഹിന്ദുക്കളുടെ വേദപ്രകാരം മനുഷ്യന് ആത്മരക്ഷ പ്രാപിക്കാൻ 3 മാർഗങ്ങളാണ്. ഒന്നാമത്തെ മാർഗം ജ്ഞാനമാർഗം. ജ്ഞാനം അഥവാ വിസ്ഡം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നതല്ല അവർ പറയുന്നത്. ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ വേദങ്ങളിലുള്ള ജ്ഞാനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 വേദങ്ങൾ: ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളെ പഠിച്ച ആളുകൾ വേദങ്ങളിൽ ജ്ഞാനം കിട്ടിയാൽ മോക്ഷം പ്രാപിക്കും എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത്. വേദം പഠിച്ചാൽ. സ്നേഹമുള്ളവരെ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ പറയുന്ന ജ്ഞാനത്തെ കപ്പലിനോട് ഉപമിക്കുന്നു. കപ്പലിൽ കയറിയാൽ കടലിനക്കരയ്ക്ക് അപ്പുറത്തെ നാട്ടിലേക്ക് പോകാൻ കഴിയുന്ന പോലെ ജ്ഞാനമാകുന്ന കപ്പലിൽ കയറി പാപമാകുന്ന കടലെല്ലാം താണ്ടി മോക്ഷം പ്രാപിക്കാം എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത്. രണ്ടാമത്തെ അവരുടെ ആശയം. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ശ്രദ്ധ പോയാൽ എനിക്കറിഞ്ഞുകൂടാ, ശ്രദ്ധ പോയാൽ മനസ്സിൽ പതിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാനിത് കാണാപ്പാഠം പഠിച്ച് ഛർദ്ദിക്കുന്നു എന്നല്ല, എൻ്റെ മനസ്സിൽ വരുന്ന അനുഭവങ്ങളും അല്ലെങ്കിൽ ആ പ്രചോദനം, ഇൻസ്പിറേഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ശ്രദ്ധിക്കുക. പ്രസംഗവും പ്രസവവും ഒരുപോലെയാണ്, 2 മുള്ളിൽ നിന്ന് വരണം. ഒന്നുകൂടെ, പ്രസംഗവും പ്രസവവും ഒരുപോലെയാണ്, 2 മുള്ളിൽ നിന്ന് വരണം. അല്ലെങ്കിൽ മമ്മൂട്ടി പ്രസംഗിച്ചോണോ, എന്താ പൂരെന്ന് കേട്ടിട്ടില്ലേ, അവസാനം പറ്റാന്ന് വെച്ചാൽ വോട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങി പോണ്ടി വരും. കാണാതെ പഠിച്ചിട്ട് പറയുന്നില്ല പ്രസംഗം. പിന്നെയോ, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞത് ഓവർഫ്ലോ ആയിരിക്കണം പ്രസംഗം. ആദ്യം ഉള്ളിൽ നിറയണം. നിങ്ങൾ ചെറുപ്പല്ലേ, നന്നായിട്ട് വായിക്കണം, വായിച്ച് ഹൃദയസ്ഥമാക്കണം. അപ്പോൾ വാ തുറന്ന് അതൊക്കെ പുറത്തു വരും. ചില വാ തുറന്ന് നന്നായിട്ട് തെറി വരും. കാരണം എന്താണെന്നറിയുമോ? തെറിയാണ് അകത്ത്. എന്താണ് അകത്ത്, അതാണ് പുറത്തേക്ക് ചാടി വരിക. അപ്പോൾ ജ്ഞാനമാർഗം. പിന്നീട് ഹൈന്ദവ സഹോദരങ്ങൾ പറയുന്നത് കർമ്മമാർഗം. സൽക്കർമ്മങ്ങൾ ചെയ്ത് മോക്ഷം പ്രാപിക്കാം. വചനവേദിയിൽ ധാരാളം ക്രിസ്ത്യാനികൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കർമ്മം ചെയ്താണ് മോക്ഷം പ്രാപിക്കുക. ഇപ്പോഴത്തെ യുവതലമുറയായ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ചിന്തയുണ്ടെന്ന, നല്ല പ്രവൃത്തി ചെയ്താൽ പോരെ, ഏത് മതത്തിലായാലെന്താ? അങ്ങനെ ചിന്തയുണ്ട് ചിലർക്ക്. നല്ല പ്രവൃത്തി ചെയ്താൽ പോരെ, ഏത് മതത്തിലായാലെന്താ? അതിന് കുറച്ച് അപകടങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ പിറന്നാളാണെന്ന് വിചാരിച്ചോളൂ. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും തരാണ്. നിങ്ങൾ കേക്ക് കഴിക്കില്ലേ? കേക്ക് തരുന്ന ആൾ കൈവിരലെല്ലാം കുഷ്ഠം വന്ന് മുറിഞ്ഞ് ചലവും പഴുപ്പും വരുന്ന കൈ കൊണ്ടാണ് കേക്ക് തിന്നോ? ഇല്ല.
അതാ എന്താ ഇതിനകത്ത് അഴുക്കായ കൈകൊണ്ട, രോഗഗ്രസ്തമായ കൈകൊണ്ട തരുന്നത്. ഇതുപോലെ പാപം മനസ്സിൽ നിറഞ്ഞ ഒരാളുടെ സൽപ്രവൃത്തി ദൈവം സ്വീകരിക്കില്ല. നിങ്ങൾ കിടപ്പരോഗിയ ഒരാൾക്ക് 1000 രൂപ കൊണ്ടു കൊടുത്തു, അയാൾക്ക് 1000 രൂപ ഉപകാരപ്പെടും. പക്ഷേ നീ തിന്മ നിറഞ്ഞ ആളാണെങ്കിൽ, നീ വ്യഭിചരിക്കുന്നു, അഴുക്കായ സ്വഭാവത്തിൽ ജീവിക്കുന്നു, നിന്റെ സൽപ്രവൃത്തി ദൈവം സ്വീകരിക്കില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സൽപ്രവൃത്തികളല്ല, ആദ്യം സാങ്ക്ടിഫൈ അവർ സെൽഫ്, നമ്മളെ തന്നെ ശുദ്ധീകരിക്കലാണ്. അതല്ലാത്ത സൽപ്രവൃത്തി സ്വീകരിക്കില്ല എന്നാണ് വേദം, ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാകാത്ത ആളുകൾ എന്ത് പറയും പ്രസംഗിക്കുമോ? ഈ ചെറിയവരിൽ ഒരുവർക്ക് ചെയ്തതൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത്. പാവപ്പെട്ടവന് കഞ്ഞിയും വെള്ളം കൊടുത്തു, പിന്നെയോ തുണിയില്ലാത്തവന് തുണി വാങ്ങിക്കൊടുത്തു, ജയിലിൽ കിടത്തവനെ സന്ദർശിച്ചു. ഉറപ്പായി, സ്വർഗം ഉറപ്പായി. അപ്പോൾ അടുത്ത ചോദ്യം വരും. ആ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും? പിന്നെ എന്തിനാ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെന്ന് ചോദിച്ചാലോ? സൽക്കർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം പ്രാപിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്തിന്? ആ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും? നിങ്ങളൊന്ന് പറഞ്ഞു. സൽക്കർമ്മങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്തിന്? കണ്ട, പറയാൻ കിട്ടാത്തത് കണ്ട, അതാ കാര്യം, ആപ്പിലാവും. തലയ്ക്ക് വെളിവെള്ളവൻ ചോദിച്ചാൽ മിണ്ടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. സൽക്കർമ്മങ്ങൾ വേണ്ടാന്നാണോ? ഒരിക്കലുമല്ല. അത് എവിടെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഹൈന്ദവർ പറയുന്നതാണ് രണ്ടാമത്തെ മാർഗമാണ് കർമ്മമാർഗം. സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല പ്രവൃത്തി ചെയ്ത് സ്വർഗത്തിൽ പോവുക. ഇവിടെ ഭയങ്കര അപകടമാണത്. അപകടം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്താണ്, ഒരു കൊക്കയിലൊക്കെ വീണ്, എന്ത്, മഞ്ഞുമൽ ബോയ്സ് അല്ലേ? മഞ്ഞുമൽ ബോയ്സ് 2006 മഞ്ഞുമലുള്ള കുറേ കുട്ടികൾ കൊടൈക്കനാലിൽ പോയി ഉണ്ടായ അപകടമാണ് ശരിക്കും സിനിമയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഗുണ കേവിൽ വീണുപോയ ആ സുഹൃത്തിനെ മറ്റേ സുഹൃത്ത് വിളിക്കുന്നുണ്ട്, സുഭാഷേന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ സുഭാഷ് പറയുന്നുണ്ടോ, ഞാൻ കയറി വന്നോളാടാ എന്ന് പറയണ്ടോ? കയറി വരാൻ പറ്റുമോ? കയറി വരാൻ പറ്റില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു 10-13 കോല് താഴ്ചയുള്ള ഒരു കിണറിൽ നമ്മൾ വീണെന്ന് വിചാരിക്കുക. ആളുകളൊക്കെ എത്തി നോക്കി, പേടിക്കണ്ട, ഞാൻ ഇപ്പം കയറി വരാൻ പറ്റുമോ? പറ്റില്ല. കാർട്ടൂണിലൊക്കെ കാണാം, ബൈക്ക് ഓടിച്ചിട്ട് തലകുത്തി വീണിട്ട് അടുത്ത സെക്കൻഡിൽ വീണ്ടും ബൈക്കുമ്പോൾ കയറി പോകുന്നത്. ശരിക്കും വീണാണ്ടല്ലോ, കൊട്ടയിൽ വാരി കൊണ്ടുപോകണ്ടുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഇത്രയും താഴ്ചയുള്ള ഈ ഗുണ കേവിൽ വീണൊരാൾക്ക് സ്വയം കയറി വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെ കയറി വന്നേ? മറ്റൊരാൾ ഇറങ്ങിച്ചെന്ന് അവനെ പിടിച്ച് കുറേ പേര് കൂടി വലിച്ചു പൊക്കി കൊണ്ടുവന്ന്. ഇത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ സംശയമുണ്ട്. 40-ാം സങ്കീർത്തനം 4-ാം വാക്യം ഒന്ന് നോക്കി. സങ്കീർത്തനം ബൈബിളിൻ്റെ നടുക്കാണ്, കൃത്യം നടുക്കുള്ള പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ബൈബിളുള്ളവർ നോക്കൂ, ബൈബിളിൻ്റെ കൃത്യം നടുക്കാണ് സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങൾ ബൈബിളിലുണ്ട്. അതിൻ്റെ 40-ാം സങ്കീർത്തനം 2-ാം വാക്യം. സങ്കീർത്തനം 40 വാക്യം 2 ഒന്ന് വായിച്ച് സഹായിക്കാമോ? 40-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഭീകരമായ, എല്ലാവരും ചേർന്ന് വായിച്ചോളൂ. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഞാൻ കരകയറിയെന്നല്ലേ? ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഞാൻ കരകയറിയെന്നല്ലേ? ശരിക്കും നോക്കി, ഭീകരമായ ഗർത്തത്തിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞാൻ കരകയറി. നിങ്ങൾ വായിക്കുന്നത് തെറ്റാ. ഞാൻ കരകയറിയെന്നല്ലേ? എന്താ, അവിടുന്ന് തന്നെ കരകയറ്റി. നിങ്ങൾ, എൻ്റെ ഭാര്യ വീട് രാജകുമാരി എന്ന് പറഞ്ഞ സ്ഥലം, ആളല്ലാട്ടോ രാജകുമാരി, സ്ഥലപ്പേരാണ്. അപ്പോൾ ഈ കോതമംഗലം കഴിഞ്ഞ് അടിമാലിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കാർ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചോടിക്കണം. വലിയ കൊക്കകളുണ്ട്. ആ കൊക്കയിലേക്ക്, അങ്കമാലിയല്ല അടിമാലി, ആ കൊക്കയിലേക്ക് കാറ് പോയാൽ പിന്നെ കിട്ടത്തില്ല. ഇതുപോലെ ഭീകരമായ ഗർത്തത്തിൽ, വളരെ താഴ്ചയുള്ള ഗർത്തത്തിൽ, പിന്നെയോ ആ ഗർത്തത്തിൻ്റെ മറ്റു പ്രത്യേകത കുഴഞ്ഞു കിടക്കുന്ന ചേറാണ്. ഒരു കാല് താണു പോയാൽ 2 കാലും കൂടിയേ താഴാം. ഒരു കാല് പൊക്കി വലിച്ചാലോ മറ്റേ കാല് താഴുവോ, മറ്റേ കാല് പൊക്കിയാലോ ഈ കാല് താണുവോ. അത് ഇതിന് കയറാൻ പറ്റുന്നില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഭീകരമായ ഗർത്തത്തിൽ വീണുപോയ ആളാണ്. പിന്നെ കുഴഞ്ഞ ചേറ്, ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്താ പറയുന്നത്? അവിടുന്ന് തന്നെ കരകയറ്റി. കണ്ടോ, ബൈബിൾ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ദൈവത്തിന് മാത്രമേ നാം കിടക്കുന്ന കുഴിയിൽ നിന്ന്, അഴുക്കിൽ നിന്ന് കയറ്റാൻ പറ്റുള്ളൂ. ഐ ക്യാൻ ഡുകാർ കുറെ ഇറങ്ങിയിട്ടുണ്ട്. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ക്യാൻ ഡുകാരുടെ ഒരു മണ്ടത്തരം ഞാൻ പറയാം. നിങ്ങളൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കൂ, സാധിക്കും. നിങ്ങളൊരു ജോലി നേടിയെടുക്കാൻ നോക്കൂ, സാധിക്കും. നിങ്ങളൊരു പാപത്തിൽ പെടട്ടെ, നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കി. ഈ ജിമ്മിനൊക്കെ പോകുന്ന ആളുകളില്ലേ, നല്ല ശരീരമൊക്കെ ഉണ്ട്, അവർക്ക് 6 pack കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ടവർ കാണാം. എന്ത് നല്ല ബോഡിയാണല്ലേ. ഇത് നല്ല ഇഷ്ടം അവരെ കാണുമ്പോൾ. ഞാനിങ്ങനെ ഒരു ഉണക്കബോഡി പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും.
പക്ഷെ അങ്ങനെ ഒരു ജിമ്മനെ ഇയാൾ തറയിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ആളോട് പറഞ്ഞു, ഒന്ന് കുനിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാലിൽ പിടിക്കാവോ എന്ന് ചോദിച്ചു. പിടിച്ചു. പൊക്കിയൻ കാണട്ടെ, നല്ല ആരോഗ്യമില്ലേ, ഒന്ന് പൊക്കിയാൽ നടുനെല്ലി വീഴും. പൊങ്ങൂല്ല. നമുക്ക് നമ്മളെ പൊക്കാൻ സാധ്യമല്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമുക്ക് നമ്മളെ നന്നാക്കാൻ സാധ്യമല്ല. ഇവിടെ അടുത്തൊരു സുഹൃത്ത്, ചെറുപ്പക്കാരനാ, ധ്യാനം കൂടാൻ വന്നിട്ട് പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും. ബാബു എന്ന പേര്. അപ്പം ഞാൻ ബാബുവിനോട് ചോദിച്ചു, എല്ലാ ദിവസവും പള്ളിയിൽ വരണല്ലോ ബ്രദറെ, ഇപ്പോഴും സത്യം മനസ്സിലായി. കുർബാനയ്ക്ക് വരുന്ന മാത്രമല്ല, സമ്പൂർണ്ണ ബൈബിളും കൊണ്ടുവരുന്നേ. അപ്പം ഇവരെല്ലാവരും നോക്കും, പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊന്നല്ല ബൈബിൾ പിടിച്ചിട്ട് വരുന്നേ. ബാബുവിന് ഇത്തിരി മൂത്ത ഭക്തി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ബാബു ഇങ്ങനെ ബൈബിളൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. നന്ദ ബ്രദറെ, കേരളം മുഴുവൻ നവീകരിക്കണം എന്ന് പറഞ്ഞു. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കണ്ടമാനം എരിയില്ലേ, ജീവിതം അതിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബാബു ഉണ്ട്, ബൈബിളില്ല. അപ്പം ഞാൻ ബാബുവിനോട് ചോദിച്ചു, ബൈബിളില്ലെന്ന് ചോദിച്ചു. ബൈബിൾ കൊണ്ടുവരുന്ന ആൾക്കാരുടെ മുമ്പിൽ നാണക്കേടാ, അവർ നമ്മളെ പ്രാന്തനാന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ മാറ്റി. പിറ്റേ ആഴ്ചയിൽ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, ബാബു എങ്ങനെയുണ്ട് കേരളം മുഴുവൻ? നന്ദബ്രദറെ, കേരളം മുഴുവൻ ഭയങ്കര റേഞ്ച് ആയിരിക്കും. തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നു പറഞ്ഞു. തൃശ്ശൂരുകാരനല്ല, എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു പറഞ്ഞു. ഓക്കെ, ആയിക്കോളൂ. പിന്നെ ഒരു ദിവസം കണ്ടപ്പോൾ മുഖമൊക്കെ ആകെ വാടി, സ്പീക്കറിൻ്റെ കളറായി മോന്ത. അപ്പം ഞാൻ ബാബുവിനോട് ചോദിച്ചു, ബാബു എങ്ങനെയുണ്ട് സുവിശേഷ പ്രവർത്തനം? എൻ്റെ വീട് മേലൂരാ. അപ്പം ഞങ്ങളുടെ ഇടവക മാത്രമാണെങ്കിൽ വളരെ നല്ലതെന്ന് തോന്നണം. ആയിക്കോട്ടെ. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബാബു? എനിക്ക് തന്നെ എന്നെ നേരെയാക്കാൻ പറ്റുന്നില്ല, ഞാൻ ഈ പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു. ഇതാണ് സത്യം. ബാക്കിയൊക്കെ ആവേശമായിരുന്നു, നമുക്ക് തന്നെ നമ്മളെ ശരിയാക്കാൻ പറ്റുന്നില്ല. അതാണ് ബൈബിൾ പറയുന്നത്, ഭീകരമായ ഗർത്തത്തിൽ നിന്നും ബാക്കി കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് തന്നെ കരകയറ്റി. ദൈവമാണ് നമ്മളെ കരകയറ്റേണ്ടത്. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് പാപക്കുഴിയിൽ കിടക്കുന്ന മനുഷ്യനെ പൊക്കിക്കൊണ്ടുവരാനാണ്. അല്ലാതെ മുഖക്കുരു, മുടികൊഴിച്ചിൽ, ഗ്യാസ്, മൂലക്കുരു ഇത്യാദി സുഖപ്പെടുത്തുന്ന ലാട വൈദ്യനല്ല പുള്ളിക്കാരൻ. ഇങ്ങനെയാ കർത്താവിനെ കണ്ടേണേ. ചുമന്ന മെഴുതിരി കത്തിച്ച പ്രത്യേക അനുഗ്രഹം, പച്ചമെഴുതി കഴിച്ച വേറെ അനുഗ്രഹം, പിന്നെ മറ്റേത് ചമ്മന്തി അരച്ചെന്ന വേറെ അനുഗ്രഹം. ഇതും യേശു ക്രിസ്തുവായിട്ട് ഒരു ബന്ധമില്ല. എന്നോട് വേറെ ഒന്നും വിചാരിക്കരുത്. ബൈബിൾ എന്ത് പറയുന്നു ഞാൻ പറയാം. അപ്പോൾ ഹിന്ദുക്കൾ പഠിപ്പിക്കുന്നത് കർമ്മമാർഗം, സൽക്കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകും. അതിൻ്റെ മറുവശം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അല്ലേ? എന്താണ്? കേക്കിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ? കുഷ്ഠരോഗി കേക്ക് എന്നാൽ സ്വീകരിക്കാത്ത പോലെ നമ്മുടെ ഉള്ളിൽ അഴുക്കും അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവം സ്വീകരിക്കില്ല. ഓരോ സൽപ്രവൃത്തിയും പരിശോധിച്ച് നോക്കണം. നമ്മുടെ സഭയിൽ ഫുൾട്ടൻ ജേഷി എന്ന് പറഞ്ഞൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി, അമേരിക്കക്കാരനായിരുന്നു. ധാരാളം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ധാരാളം പുസ്തകങ്ങളുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം, മാലാഖയുടെ ബ്ലാക്ക് ബോർഡിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ജീവിക്കുന്ന സത്യങ്ങൾ. നല്ല പുസ്തകങ്ങളാണ്, വായിച്ചാൽ സമയം കിട്ടോ വായിക്കാൻ അല്ലേ? തിരക്കാണ്, മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കണ കാണണം എല്ലാ തിരക്കും കഴിഞ്ഞ ആൾക്കാർ. അപ്പോഴാണ് ആളുകൾക്ക് ഇതൊക്കെ വായിക്കാൻ. ഇനി പിന്നെ കാര്യമില്ലല്ലോ. ഏതാണെങ്കിലും അദ്ദേഹം ഇങ്ങനെ പറയുന്നേ, അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയാം, ഫുൾട്ടൻ ജേഷീൻ വെപ്പ്. നിങ്ങൾക്ക് നല്ല ചെറുപ്പക്കാരാണ്, പ്രായമായവരെ കൊണ്ട് ഞാൻ ആ പേര് പറപ്പിക്കില്ല. വെപ്പുകളിലൊക്കെ ആണെങ്കിൽ ഫുൾട്ടൻ എന്ന് പറയുമ്പോഴേക്കും സാധനം താഴേക്ക് പോകും. ഏതാണെങ്കിലും ഷീൻ്റെ പുസ്തകത്തിൽ ഷീൻ പറയുന്നു, ഒരു ഭാര്യയും ഭർത്താവും, അമീൻ സായിപ്പാണ്, അവരിങ്ങനെ കാറിൽ പോകുമ്പോൾ സായിപ്പ് ഒരു കാഴ്ച കണ്ടു. എന്താണെന്നോ, റോഡിൻ്റെ സൈഡിൽ ഒരു യുവതി കാർ നിർത്തിയിട്ട് അതിൻ്റെ സ്റ്റെപ്പിനി ടയർ മാറുന്നു. സായിപ്പുമാർ ഭയങ്കരമായിട്ട് അവർക്ക് ഹെൽപ്പിംഗ് നേച്ചറാണ് പലരും. പിന്നെ അവർക്ക് റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യും. പണ്ടത്തെ ആ മുതലപ്പെടുത്തക്കാരല്ലേ ഒരു സ്റ്റീവ് എന്ന് പറഞ്ഞ അയാൾ മീനെ പിടിക്കാൻ പോയിട്ട് മീൻ്റെ എന്തോ കൊണ്ട് കയറി ആൾ ചത്തുപോയി. പക്ഷെ ഭയങ്കരന്മാരാണ് ഇവർ സായിപ്പന്മാരൊക്കെ. ആടും മേടൊക്കെ ആനിമൽ പ്ലാനറ്റ് കാണണം. എനിക്ക് ആ ഓരോ ജീവിനെയൊക്കെ പിടിച്ച് തല കളഞ്ഞിട്ട് നമ്മൾ ഈ കൊപ്രയുടെ ഉള്ളിൽ തേൻ കുടിക്കണോണ ഈ പാറ്റേനെയൊക്കെ എന്താണ് അവൻ്റെ രുചി എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കൂട്ടിയെ കൂടോ? ഈ ആന്ധ്രയിലൊക്കെ ചെന്ന് ഈയലിനെ വറുത്ത് ഈ മുട്ട പൊരിക്കണോണം തിന്നും അവർ. നമുക്ക് പറ്റുമോ? നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ ഒരു പാറ്റ തിന്നോ? അവർ ഇന്ന് കളയും. അപ്പം ഈ സായിപ്പ് ഇങ്ങനെ കാർ ഓടിച്ചു പോകും, ഭാര്യ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാറ് റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഒരു യുവതി, അവൾ കാറിൻ്റെ സ്റ്റെപ്പിനി ടയർ മാറാൻ നോക്കണം. അവർ ശ്രമിക്കും. അങ്ങനെ
പക്ഷേ ഇയാൾക്കൊരു കരുണ തോന്നി. ഇയാൾ കാറ് സൈഡിലാക്കിയിട്ട് ഭാര്യയോട് പറഞ്ഞു, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് പോയി ഈ കാറിൻ്റെ സ്റ്റെപ്പിന് ടയർ മാറിയിട്ട് കൊടുക്കുക. കാറിൻ്റെ സ്റ്റെപ്പിന് ടയർ മാറിയിട്ട് കൊടുത്ത് അവൾ നന്ദിയൊക്കെ പറഞ്ഞു. ഈ പുള്ളിക്കാരൻ തിരിച്ചു വന്നപ്പോൾ ഭാര്യയുടെ മുഖം കാട്ടന്നിൽ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ ഈ മുഖം വീർപ്പിക്കണേ? ഞാനൊരു പെൺകുട്ടിയെ സഹായിച്ചതിനാണോ? ഭാര്യ മറുപടി കേൾക്കണേ, ഇന്നലെ രാത്രി ഞാൻ നടുവേദനയായിട്ട് ആ സെറ്റിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അടുക്കളയിൽ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായി. ഒരു ഗ്ലാസ് പാല് എനിക്ക് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ നിങ്ങളെന്താ പറഞ്ഞേ? നിനക്ക് മുടന്തുണ്ടോടിന്നല്ലേ? മുടന്തുണ്ടോടിന്ന്. ഇപ്പോൾ കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി പിന്നെ സ്റ്റെപ്പിന് ടയർ മാറി കണ്ടപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുന്നു. അതൊരു കളവിയായിരുന്നെങ്കിൽ പോവായിരുന്നോ മനുഷ്യ? എന്നിട്ട് ഫുൾ ടൈം ജേഷിൻ പറയുന്നു, സായിപ്പിന്റെ സൽപ്രവൃത്തിയുടെ ഉള്ളിലെ കള്ളത്തരം ഭാര്യ പൊളിച്ചടക്കി. എന്തിനാ പോയേ? സ്റ്റെപ്പിന് ടയർ മാറാൻ മാത്രമല്ല, ആ ചെല്ലക്കിളീനെ ഒന്ന് കാണും ചെയ്യാ, കുറച്ചു നേരം കൊച്ചു വർത്താനം പറയാം. അതാണ് ആ സൽപ്രവൃത്തിയുടെ ഉള്ളിലെ കള്ളത്തരം. ഹൈന്ദവ സ്വാമിമാര് പ്രസംഗിക്കാൻ പറയും, തീയിടകത്ത് പുകയെന്ന പോലെ മനുഷ്യന്റെ സൽപ്രവൃത്തികളിൽ മാലിന്യം തങ്ങി നിൽക്കുന്നു. ഒന്നുകൂടെ, തീക്കകത്ത് പുകയെന്ന പോലെ മനുഷ്യന്റെ സൽപ്രവൃത്തികളിൽ മാലിന്യം തങ്ങി നിൽക്കുന്നു. പണ്ട് ക്രിസ്മസിനൊക്കെ നക്ഷത്രങ്ങൾ ഉണ്ടാക്കും, ഈറ്റ കൊണ്ടുണ്ടാക്കും. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരാൾ ആ പയ്യനാണ് പള്ളിയിലേക്ക് വലിയ സ്റ്റാർ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ മുറ്റം വളരെ വീതി കൂടിയ മുറ്റമായിരുന്നു. ഇപ്പോഴും അതാ നല്ല വീതി കൂടിയ മുറ്റം. ഭാര്യയ്ക്ക് എന്നും മുഴക്കുന്നത് എന്ന് അടിച്ച് തീരാന്ന്, എന്തൂരം മുറ്റാന്നോ. ഇന്നലെ ഞാൻ പാലയിൽ പോയി വന്നൊഴുകി വീടിൻ്റെ മുമ്പിൽ ചാമ്പമരം, പിന്നെ മാവ്, പ്ലാവ്, ആള് കശാപ്പ് ചെയ്തു. ഞാൻ മരം വെട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് വെട്ടിയില്ല, പക്ഷേ തലയൊക്കെ ആള് ശരിക്കും ഇറക്കി, കാരണം അടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മരം വെട്ടാണെങ്കിൽ, ഇല വീണിട്ട് മരം വെട്ടാണെങ്കിൽ മുടി കൊഴിഞ്ഞ തലയും വെട്ടണം. നിങ്ങളോട് വായിച്ച് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ ആള് പോവാ. എന്താണെങ്കിലും ഈ വീടിൻ്റെ മുറ്റത്തെ ഇതെല്ലാം വെട്ടി വെളുപ്പി ഞാൻ എന്തോ പറഞ്ഞു വരികയായിരുന്നു. ഒന്ന് രണ്ട് പേരുടെ ശ്രദ്ധ അങ്ങോട്ട് പോരണന്ന് എൻ്റെ പോണേ. എന്താ പറഞ്ഞു വന്ന് എന്നോട് പറഞ്ഞ്? അതെ, സ്റ്റാർ. യെസ്, നിങ്ങളുടെ ശ്രദ്ധ പോവും, എൻ്റെ ശ്രദ്ധ പോവും. കാരണം ഞാൻ ഇതിലേക്ക് നോക്കി തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ കളഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കുന്ന ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, അവൻ്റെ മുറ്റം വളരെ ചെറുതാണ്. അപ്പോൾ വണ്ടിയൊക്കെ വരുമ്പോൾ അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് വളരെ ചെറിയ മുറ്റം, കാരണം അവൻ്റെ തൊട്ടപ്പുറത്ത് വീടിൻ്റെ മുറ്റം അതും ചെറുത്, അവിടെ വെച്ചാൽ സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ വണ്ടി റോഡിലൂടെ വരുമ്പോൾ ഈ സ്റ്റാറിൻ്റെ കമ്പും റോഡിലേക്ക് നീങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവ അത് മാറ്റി വയ്ക്കും. ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നീ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കി, അവിടെ വണ്ടി വരുമ്പോൾ ഒരു പ്രശ്നമില്ല. ഒരൊറ്റ കൊല്ലം എൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ച് സ്റ്റാർ ഉണ്ടാക്കിയില്ല. എന്താണ് അവൻ? പിന്നെയല്ല എനിക്ക് മനസ്സിലായേ, അവിടെ കാണാൻ കൊള്ളാവുന്ന 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കുക കണ്ണിൻ്റെ ഒരു കുളിർമയ. എൻ്റെ വീട്ടിൽ വയസ്സായ തള്ള വവ്വാല് കശ്മാങ്ങ ചപ്പിക്കൊണ്ടിരിക്കുക, അതിനെ കാണാൻ ആർക്കും ഇഷ്ടം? സൽപ്രവൃത്തിയുടെ ഉള്ളിൽ പറ, അത് തന്നെ മാലിന്യം. അതാണ് ഞാൻ പറഞ്ഞത്, പല സൽപ്രവൃത്തിയുടെ ഉള്ളിലും നോട്ടീസിൽ പേര് വരണം, കയ്യടി കിട്ടണം. അതൊക്കെയാണ്. ഇങ്ങനെയുള്ള സൽപ്രവൃത്തി ദൈവത്തിന് സ്വീകാര്യമല്ല. അതാണ് കർത്താവ് പറഞ്ഞ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയല്ല, ഫേസ്ബുക്കാണ്, മൊത്തം ഇട്ട് കളയും. ഹിന്ദുക്കളെ പഠിപ്പിക്കുന്നത് നല്ല വാക്കാണത്. കർമ്മണ്യേ വാദികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാനാ നമ്മളെ ഏൽപ്പിച്ചേണേ, ഫലം പ്രതീക്ഷിക്കരുത്. തിരിപ്പാടാണ്. ഫലം നോക്കിയിട്ടപ്പം കർമ്മം ചെയ്യുള്ളൂ. അതാണ് ഹിന്ദുക്കൾ പറയുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. 2 കാര്യം പറഞ്ഞു, ജ്ഞാനമാർഗം, കർമ്മമാർഗം. 3 ഭക്തിമാർഗം. ഭക്തിയിലൂടെ പോയാൽ മോക്ഷം പ്രാപിക്കാം. ഭക്തി നല്ലതാണ്. ഭക്തി ഈസിക്കൽ ടു ലവ്. ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്, ദൈവത്തോടുള്ള സ്നേഹം. പക്ഷെ ശ്രീനിവാസന്റെ ഭക്തി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ മാല ഊരുന്നില്ല. എവിടെ? ശബരിമലയ്ക്ക് പോയി എന്നിട്ട് മീൻ ചട്ടിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. പ്രാന്ത് എക്സ്ട്രീം. അത് കൂടുതലാ. ചില വീട്ടിലെ കുടുംബ പ്രാർത്ഥന, കുട്ടികൾ 3 മണിക്കൂറാ മുട്ടില്. അപ്പച്ചൻ ഭക്തനായിട്ടേ അവസാനം കുട്ടികൾ പ്രാർത്ഥിക്കും. എന്തോ ഒരു ഇടിവെട്ടിയ തെങ്ങ് പോണേ, ഒരു ഇടിവെട്ടി ഈ കാലന്റെ തലയിൽ വന്ന് വീഴണില്ലല്ലോ, ബാലൻസ്ഡ് അല്ല.
അന്ന് അരമണിക്കൂർ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇയാൾ പിന്നെ ഒറ്റയ്ക്ക് വല്ല പാറപ്പുറത്ത് അങ്ങനെ മുട്ടുകുത്തട്ടെ, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ആൺകുട്ടികളുടെ ഒരു കാര്യം എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പക്കാർ പള്ളിയിലൊക്കെ ഇവർ കളിക്കാൻ പോയിട്ട് കളി കഴിഞ്ഞ് വേർത്ത്, ആ വേർപ്പോടുകൂടെ പള്ളി കയറാൻ പറ്റില്ല. പക്ഷെ പള്ളിയുടെ ആനവാതിലിൻ്റെ അവിടെ നിന്ന് ക്രൂശിത രൂപത്തിലേക്ക് ഒരു നോട്ടുണ്ട്. നാളെ എക്സാം കേട്ടോ, ഒന്നും പഠിച്ചിട്ടില്ല, കട്ടയ്ക്ക് നിൽക്കണം, ബൈ ബൈ. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അതാണ് ആത്മീയത. 5ാം ക്ലാസ് വരെ പള്ളിയിൽ പോയിട്ട് നേരെ ഒരു വര, പിന്നെ 3 ചെറിയ വരകൾ. ഞാൻ അവനോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. ഇതാണ് ഷോർട്ട് കട്ട് ക്രോസ്. എനിക്ക് ഈ കാര്യത്തിൽ ചെറുപ്പക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പുറത്തുനിന്നാണെങ്കിൽ അവർ ഉള്ളിൽ പറയണുണ്ടോ, ഈശോയെ കട്ടയ്ക്ക് നിൽക്കണം കേട്ടോ, ഒന്നും പഠിച്ചിട്ടില്ല. അതാണ് പ്രാർത്ഥന. അല്ലാതെ സാഹിത്യ ഭാഷകൾ വേണ്ട. എങ്ങനെ കാർമേഘത്തിനിടയ്ക്ക് തേങ്ങാപ്പൂള് പോലെ ഇരിക്കുന്ന ദൈവമേ, ഇങ്ങനെയൊന്നും പറയണ്ട. ചില ആളുകൾക്ക് സാഹിത്യം പറഞ്ഞാലാ. എന്തിനാ ദൈവത്തിന് സാഹിത്യം? നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഈശോയെ എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, എന്നെ സഹായിക്കണമേ, എൻ്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. ഇങ്ങനെ സിൻസിയറായിട്ട് പറയാൻ പറ്റില്ലേ? ദാറ്റ്സ് പ്രയർ. ചില വീട്ടിലൊക്കെ കൊന്ത കഴിയുമ്പോൾ നന്മ നിറഞ്ഞ പറഞ്ഞ ആള് പരിശുദ്ധ ഉറങ്ങിയിട്ട് ലുത്തിനിയെ കേൾക്കണ സമയത്ത് മാതാവ് ഓടിയുണ്ടാവും, ഞങ്ങൾ കാണ്ടി, ഞങ്ങൾ കാണ്ടി, ഞങ്ങൾ കാണ്ടി. ചില വീട്ടിൽ ഞങ്ങൾക്ക് ഏതാ വെടികിട്ട് നടക്കാൻ തോന്നും. എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ആ മര്യാദയ്ക്ക് ഉറങ്ങാതിരുന്ന് ഭക്തിയോടെ കുറച്ചു നേരം പറഞ്ഞ പോരെ, ഞങ്ങൾ കാണ്ടി. ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബ്രദറെ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു? അതാണ് ചോദ്യം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇതൊന്നും പ്രാർത്ഥനയിൽ പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഭക്തി മറ്റൊന്നാണ്. നല്ല നിർവചനമാണ് ഭക്തിയുടെ. എന്താണെന്നറിയാമോ? ഈശ്വരനോടുള്ള ഉത്തമമായ കുഴപ്പമില്ലല്ലോ. എനിക്ക് സ്വന്തമായിട്ടൊരു ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ചെറുതാണത്. യെസ്, എന്താ പറഞ്ഞേ? പോയി. നീയാ കാരണക്കാരി. ഈശോയോടുള്ള ഉത്തമമായ അനുരാഗമാണ് ഭക്തി. അനുരാഗം എന്ന് പറഞ്ഞ പ്രേമം. മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടി ആൺകുട്ടിമാർ വലിയ ഇഷ്ടത്തിലാ. ടെറസിന്റെ മുകളിലേക്ക് 5 മിനിറ്റ് കിട്ടിയുള്ളൂ വർത്താനം പറയും. 5 മിനിറ്റ് വർത്താനം പറയാൻ കയറിയതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ കോഴി കൂവണം. അത് നേരത്തെ കോഴി കൂവിയേ? എന്താ നേരത്തെ കോഴി കൂവിയേ? പ്രേമിച്ച് പരിചയമില്ല, നിഷ്കളങ്കന. ആള് നല്ല പവർഫുള്ളാ. എന്താ നേരത്തെ കോഴി കൂവിയ? നേരത്തെ കോഴി കൂവിയതല്ല, പിന്നെയോ സമയം പോയത് അറിഞ്ഞില്ല. സ്നേഹമുള്ള ആളുകളുടെ അടുത്തിരുന്നാൽ സമയം പോകുന്നതറിയില്ല. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് ആ മുട്ടുകുത്തുമ്പോഴേക്കും ഇത് എവിടുന്നത് വരണേന്ന് അറിഞ്ഞുകൂടാ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയ വെള്ളം വരണ ഫോഴ്സിലാ കോട്ടുപോയ. അതവിടെ കഴിഞ്ഞാൽ കോട്ടുപോയി പോയി. ഇത് എവിടെന്നാ വരണേന്ന് അറിഞ്ഞുകൂടാ. കണ്ണൊക്കെ ആ സമയത്ത് കാണണം ഉപ്പൻ്റെ കണ്ണ് പോലെ ചുമന്ന്. സ്നേഹമുള്ളവരെ, ഒന്നും ഭക്തിയിൽ പെടുത്താൻ പറ്റുന്നില്ല. ഭക്തി ഈശോയോടുള്ള സ്നേഹമാണ്. നമ്മുടെ കിഡ്നി ഫെയിലിയറായി, അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കട്ടെ. നമുക്ക് ആരെങ്കിലും കിഡ്നി ഡൊണേറ്റ് ചെയ്തു, നമ്മളെന്നും ടോയ്ലറ്റിൽ പോകുമ്പോൾ ഓർക്കും. ഓർക്കും? ദൈവമേ, ആ ബൈക്ക് അപകടത്തിൽ മരിച്ച പയ്യൻ്റെ കിഡ്നി എനിക്ക് കിട്ടി. നന്ദിയുള്ളവർ. കണ്ണ് നമ്മുടെ എന്തെങ്കിലും കാരണവശത്ത് കണ്ണിൻ്റെ കാഴ്ച പോയി, നമുക്ക് വേറൊരാളുടെ കണ്ണ് ഡൊണേറ്റ് ചെയ്തു. നമ്മളെന്നും കണ്ണാടി നോക്കുമ്പോൾ ഓർക്കും. ഓർക്കും? ദൈവമേ, ആ കുഞ്ഞിൻ്റെ കണ്ണ് കിട്ടിയ കാരണം എനിക്ക് കാഴ്ച. നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. അതുപോലെ കുർബാനയുടെ സമയത്ത് കാസിം ലാസിം ഉയർത്തുമ്പോൾ നമ്മൾ ഓർക്കണം ആരെ? യേശുവിൻ. ആ സമയത്താണ് നമ്മുടെ കാര്യം ഓർക്കാം. ദൈവമേ, എൻ്റെ ജർമ്മനിക്ക് പോകേണ്ട കാര്യം, കാനഡയ്ക്ക് പോകേണ്ട കാര്യം എന്ന കുർബാനയിൽ ഡു ദിസ് മെമ്മറി ഓഫ് മീ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളോ നമ്മുടെ എല്ലാ കാര്യം ആ സമയത്ത് ഓർക്കാം. എല്ലാവരും ഇല്ലേ ഇവിടെ? എൻ്റെ ഓർമ്മയ്ക്കായി ജീവി എന്ന് പറയുന്നത് ആരുടെ ഓർമ്മയാക്കി മാറ്റും? പറ. നമ്മുടെ കാര്യം ഓർത്ത് അതിൽ സമർപ്പിക്കണോണ്ട് വിരോധമില്ല. പിന്നെയോ ആ മുന്തിരിച്ചാറ് ഉയർത്തുമ്പോൾ അതിലൂടെ മറ്റൊരു കാഴ്ച കാണണം. എൻ്റെ കർത്താവ് ഹൃദയം കുത്തി തുറക്കപ്പെട്ട് മരിക്കുന്ന കാഴ്ച. അപ്പം മുറുക്കിയുമ കാണണം കർത്താവ് പിടയുന്നത്. അത് കാണാൻ പറ്റിയ അതാണ് ആത്മീയത. അപ്പം കാണാം. നമ്മുടെ കണ്ണ്
വെള്ളം ചേർക്കാതെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ സഹോദരങ്ങൾ പറയുന്ന 3 കാര്യം ഇതാ. ഇസ്ലാം സഹോദരങ്ങൾ പറയുന്ന 3 കാര്യം എന്താണെന്നറിയാമോ? 5 നേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക. അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ, ഒരു റോഡിൽ വരെ, യൂറോപ്പിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാ. 5 നേരം നിസ്കരിക്കുക. പിന്നെയോ 2ാമത്തെ കാര്യം സക്കാത്ത്. അവരുടെ പള്ളിയുടെ മുമ്പിലൊക്കെ കാണാം സക്കാത്ത്, ആപത്തുകളെ തടയുന്നത് കാണാം. 3ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഹജ്ജ് തീർത്ഥാടനം നടത്തുക. ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജിന് പോവുക. 5 നേരം നിസ്കരിക്കുക. 2 സക്കാത്ത്. നമ്മൾ ചക്കാത്ത് എന്നൊക്കെ പറയില്ലേ, ചക്കാത്ത് കിട്ടിയ ചുണ്ണാമ്പം തിന്നുന്നത് തൃശ്ശൂരുകാർ പറയണം സക്കാത്ത്. 3ാമത്തെ കാര്യമാണ് എന്തെന്ന്? ഹജ്ജിന് പോവുക. ഹജ്ജിന് പോയ ആളുകളെയാണ് സിനിമയിലെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ, ഹാജിയാരെ എന്ന് വിളിക്കുന്നത്. അതാണ് ഹജ്ജിന് പോയത്. ഹോളി ലാൻഡിൽ പോയവരെന്ന് വിളിക്കണം ഹോളിയാരെ. ഈ പള്ളിയിൽ അച്ഛൻ ഹോളി ലാൻഡിൽ പോയി വിളിച്ചു പോയി അല്ല കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ. ഹോളിയാരെ. ഹോളി ലാൻഡിൽ പോയ ആള് ഹോളിയാവോ? അവിടെ പോയി 2 അടിച്ചിട്ടാ വരുന്ന ആൾക്കാർ. ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്നത് അടിച്ച് വീലൂരിയ കപ്പ്യാരി പീരട്ട വന്ന് ഞാൻ ഒന്നും മറന്നിട്ടില്ല. എന്തേ ഞാൻ ഹോളി ലാൻഡിൽ പോയി നിർത്താന്ന് വിചാരിച്ചു. അവിടെ ഇഷ്ടം പോലെ ബ്രദറെ. 60 വയസ്സാ, 10 വയസ്സ് മുതൽ ആള് പള്ളിയിൽ നടന്ന ആളാ. ഹോളി ലാൻഡിൽ പോയിട്ട് നിർത്താൻ പോയ ആള് വന്ന് തവിട് പിടിയായിട്ട് വന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇവർ 2 കൂട്ടരും പറയുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നത് ഇതല്ല. ബൈബിൾ പറയുന്നത് ഞാൻ പറയാൻ ശ്രമിക്കാം. കുറച്ച് നേരം കൂടിയുണ്ട്, ആ സമയത്തിനുള്ളിൽ ഞാൻ പറയാം കേട്ടോ. ബൈബിൾ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. വയസ്സായ ആളുകളോട് പറയുമ്പോൾ അവർക്കത് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ദൈവമേ, റിട്ടയർമെൻറ്റ് പീരീഡിലായിട്ട് പിന്നെ ഫുള്ള് ദൈവത്തിന് കൂടിയാണ്. 65 വയസ്സിൽ വവ്വാല് കശ്മാങ്ങ ചപ്പിയോണാവുമ്പോൾ ഞങ്ങൾ വന്നോളാം. സർവവും ഇനിയിപ്പോൾ യേശുനാഥന് ഈ ഉണക്ക കമ്പിന് എന്തിനത്? ചോര തീരുള്ളപ്പോൾ ബാറിൽ പബ്ബിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് സർവവും. ഒരു പുള്ളിക്കാരൻ പാവായകാരനും പോരെന്ന് പറയും. എന്ത് ഉപകാരമുണ്ട്? വയസ്സായ ആളുകളുടെ കഥയിൽ തട്ടിയല്ല, അവിടെ വെടിക്കെട്ടായിരുന്നു. അപ്പോൾ ആള് ആള് വിചാരിച്ച് മുട്ടെന്താന്ന് കഥയിൽ വെടിക്കെട്ടാണ്. ആ പരുവമാവും പ്രിയപ്പെട്ടവരോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചോര നീരുള്ള കാലഘട്ടത്തിൽ ഒരു ദൈവമായിട്ടുള്ളൊരു ബന്ധം കീപ്പ് ചെയ്യുക, അത്ര മതി. ആ ബന്ധം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടതാണ്. ആ ബന്ധം ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പറ്റില്ല. അതാണ് സ്പിരിച്വാലിറ്റി. അപ്പോഴാണ് ദൈവം ബ്ലെസ് ചെയ്യുക. തോന്നിയതെല്ലാം ചെയ്തിട്ട് തിരികെ എത്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തിരികെ എത്തിക്കണതിന് വിരോധമല്ല ഞാൻ. പിന്നെയോ തിരികെ എത്തിക്കുന്ന ആളുകളൊരു കാര്യം ഓർക്കണം. ഈ സൂര്യൻ്റെ വലിപ്പവും ഭൂമിയുടെ വലിപ്പവും താരതമ്യം ചെയ്ത് ഞാൻ പറയാം. ഈ സൂര്യൻ്റെ അകത്ത് നമ്മുടെ ഈ ഭൂമിയില്ലേ, ഒരു ഭൂമിയെ എടുത്തു വയ്ക്കാം. 1 എണ്ണമല്ല, 2 എണ്ണമല്ല, 3 എണ്ണമല്ല, 4 എണ്ണം, 100 എണ്ണം, 1000 എണ്ണം, 10,000, 13 ലക്ഷം ഭൂമികളെ സൂര്യൻ്റെ ഉള്ളിൽ എടുത്തു വയ്ക്കാം. 13 ലക്ഷം ഭൂമികളെ. അപ്പൊ ആ സൂര്യൻ എന്താ നോക്കി? ആ സൂര്യനെ സൃഷ്ടിച്ച ദൈവമാരായിരിക്കും. അങ്ങനെയുള്ള കോടാനുകോടി ആകാശഗോളങ്ങൾ അങ്ങനെ സൃഷ്ടിച്ച കർത്താവിൻ്റെ അടുത്ത് മെഴുതിരിയുണ്ട്. പത്രികയിടേണ്ട. തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകവെള്ളം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും അവന് വേണ്ട. അവന് വേണ്ടത് നിന്റെ കൊച്ചു ഹൃദയത്തിൽ കുറച്ച് സ്ഥലം എനിക്ക് തരൂ, അത്ര മതി. അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ ബ്ലെസ് ചെയ്യും. കാശുണ്ടാവുമെന്ന് എനിക്കറിയില്ല, എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ നല്ല സമാധാനം. പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകും, പക്ഷെ നമ്മൾ തകരൂല്ല. ജോസേട്ടൻ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചതാണ്. ആള് തളർന്നോ? പക്ഷെ ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം കൈപിടിക്കുന്നു. അല്ലാതെ 91 സങ്കീർത്തനം ചൊല്ലുക, തലയിൽ തേങ്ങ വീഴില്ല, കാർ ഇടിക്കില്ല, പരീക്ഷയിൽ ജയിക്കും, അത്യുന്നതിൻ്റെ പ്രത്യേക സംരക്ഷണം. അപ്പം മറുചോദ്യം, ഈ അപ്പോസ്തലന്മാർ യോഹന്നാൻ ഒഴികെ ഒരൊറ്റെണ്ണം നേരെ ചൊവ്വേ ചത്തിട്ടില്ല. 91 സങ്കീർത്തനം ചൊല്ലാണ്ടായിരിക്കും. ഇതിനെന്ത് മറുപടി പറയും? അത് ശരിയാണല്ലോ, തോമാസിലെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ആൻഡ്രൂസിനെ ഗുണനച്ചിൻ്റെ ആകൃതിയിലുള്ള കുരിശൊന്ന് ചിന്തിച്ച് കാലും കൈ അങ്ങോട്ട് വലിച്ചു കെട്ടിട്ട് അടിച്ചാണ്. ബർത്തലോമിനെ തൊലി പൊളിച്ചിട്ട വാർത്തയാണ്. എന്ത് ദിവ്യാനുഭവമായിരിക്കും തൊലി പൊളിക്കുമ്പോഴേ. എന്ത് പറയും? കൊളോസിയത്തിലൊക്കെ ഇട്ട് സിംഹങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സിംഹത്തിൻ്റെ കൈ കൊണ്ടൊക്കെ
എത്ര 6 പാക്കും കരാട്ട ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സിംഹം തലയിലടിച്ച കള്ള് പൊളിച്ചു പോവും. കരിക്ക് വാരി തിന്നണോ അകത്ത് സാധനങ്ങളൊക്കെ ആള് ചാപ്പിടും. നമുക്കൊരു ശക്തിയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് തോന്നുന്നതാ ഭയങ്കര ബുദ്ധിയും ശക്തിയെന്ന്. ഒന്നുമില്ല. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചല്ലോ. കൊതുക് കുത്തിയതാ, പരി വന്ന് ചത്തു. $2 ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടാൽ. വലിയ ഭീകരന്മാരും മരിച്ചത് ഇങ്ങനെയൊക്കെയാ. എല്ലാവരും ഇല്ലേ ഇവിടെ? ഒന്നുമില്ല കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി വളരെ എളിമയോടുകൂടെ ജീവിക്കുക. അപ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാവുക. താടനിലത്തെ നീരോടും. ശരി, അപ്പോൾ എന്താണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടി? ഒരു വാക്യം മാത്രം. എഫേസ്യ ലേഖനം, എഫേസോസ് 2-ാം വാക്യം, പേജ് നമ്പർ 286 ബൈബിളിന്റെ അവസാന ഭാഗത്ത്, ആദ്യ ഭാഗത്തല്ല അവസാന ഭാഗത്ത്. എഫേഷ്യൻസ് ചാപ്റ്റർ 2:8. എഫേസോസ് എന്ന് പറഞ്ഞാൽ സ്ഥലപ്പേരാണ് എഫേസോസ്. ആ സ്ഥലം എവിടെയാണെന്നറിയാമോ? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നോർത്തേൺ പാർട്ടിലുള്ള രാജ്യമാണ് സിറിയ. സിറിയയുടെയും അപ്പുറത്ത് കിടക്കുന്ന രാജ്യമാണ് ടർക്കി. അവിടെയുള്ളൊരു പ്രദേശമാണ് എഫേസോസ്. ടൊമാറ്റോ സോസ് കഴിക്കുമ്പോൾ അപ്പോൾ ഓർക്കണം എഫേസോസ്. അങ്ങനെ ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. കിട്ടിയോ എഫേസോസ്? സ്വന്തം ബൈബിളാണെങ്കിൽ ചിലപ്പോൾ പേജുകൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ടാവും. അത് പുസ്തകം തുറക്കാത്തത് കൊണ്ടാണ്. ഭൂരിഭാഗം ക്രൈസ്തവരുടെ, എല്ലാവരും അല്ല, ഭൂരിഭാഗം പേര് ബൈബിൾ തുറന്നാൽ ചത്തുപോയ അപ്പൂപ്പൻ്റെ പടം, കുറിക്കൈപ്പട, കീറിയ 100 നോട്ട്, കറണ്ട് ബില്ല്, ആധാർ കാർഡ് ഇത്യാദി സാധനങ്ങൾ കാണാൻ പറ്റും. പിന്നെ വായിക്കുകയല്ല, മുത്തലാണ് കൂടുതൽ. മുത്തുക, നക്കുക, ചപ്പുക. ഈ കൊന്തയുടെ കുരിശ് മൊത്തം അമ്മമാർ ചപ്പി തീർന്നു. ഈ അമ്മമാരുടെ വയറൊക്കെ സ്കാൻ ചെയ്ത കണ്ടമാനം പ്ലാസ്റ്റിക് കിട്ടും. നിങ്ങൾ അങ്ങനെ കുഴപ്പമില്ല അല്ലേ? ഇരുമ്പിൻ്റെ കുരിശാണോ? ശരി, വായിച്ചോ. എഫേസോസ് 2:8. 2ന്റെ ഹെഡിങ് നോക്കിയാൽ 285. 2ന്റെ ഹെഡിങ് എന്താണ്? രക്ഷ, ദൈവിക ദാനം. ദാനം എന്ന് പറഞ്ഞ ഗിഫ്റ്റ് അല്ലേ? രക്ഷ, ദൈവിക ദാനം, ഫ്രീ ഗിഫ്റ്റാണ്. ഫ്രീ ആയിട്ടാണ് രക്ഷ കിട്ടുക. സാൽവേഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ കറണ്ടിന്റെ ബില്ലടയ്ക്കുണ്ടാവും, ഓക്സിജന്റെ ബില്ലടയ്ക്കുണ്ടാവും. ആശുപത്രി കിടക്കാൻ അടയ്ക്കണം, അല്ലാതെ അടയ്ക്കണോ? അങ്ങനെ ഒരു കാലം വന്നാലോ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കും. അടുത്ത മാസത്തെയും കൂടി ഇട്ടോ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കും. അതുപോലെ ഏറ്റവും വില കൂടിയത് ഫ്രീ ആയിട്ട് തരുന്നു. ഓക്സിജൻ ഫ്രീ ആയിട്ട് തരുന്നു. നമ്മുടെ കിണർ കുത്തിയ വെള്ളം നല്ല ശുദ്ധജലം അല്ലേ? ഫ്രീ ഗിഫ്റ്റാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഫ്രീ ആയിട്ട് വില കൂടിയതെല്ലാം ഈശോ ഫ്രീ ആയിട്ട് തരുന്നു. രക്ഷയും ഫ്രീ ആണ്. ഇത് മനസ്സിലാക്കണം ശരിക്കും. നോക്കൂ, 2ന്റെ 8-ാം വാക്യം, എഫേസോസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്നല്ലേ? നോക്കിയാൽ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രക്ഷിക്കപ്പെടൽ ആൻഡ് രക്ഷപ്പെടൽ? അത് കണ്ട പറയണ്ട. വേറൊരാൾ, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ വീണു, നീന്തൽ അറിയില്ലായിരുന്നു, വേറൊരാൾ ചാടി നമ്മളെ രക്ഷിച്ചാൽ അത് രക്ഷിക്കപ്പെടുക. നമുക്ക് നീന്തൽ അറിയായിരുന്നു, നമ്മൾ കയറി പോന്നാൽ ഏത് വാക്ക് ഉപയോഗിച്ചാണ്? ദാറ്റ് മീൻസ് നിനക്ക് സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ല. യുവസഹജമായ പല തിന്മകളിലും കുട്ടികൾ കഴിയുന്നു, അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ല. പല വിക്രികളും ഒപ്പിക്കും, ഒരു രക്ഷയില്ല കേട്ടോ. സ്വയം രക്ഷപ്പെടില്ല. സ്വയം രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയില്ല. ഇപ്പൊ ചില ആളുകൾ പറയും, അമ്മമാരാ പറയാ, എൻ്റെ ചേട്ടൻ എത്ര നാളാ കുടി നിർത്തിയ, ഒരു ധ്യാനത്തിന് പോയില്ല, മനഃശക്തി കൊണ്ട് നിർത്തി. നിങ്ങൾ അവരോട് വ്യക്തിപരമായി സംസാരിക്കണം. കുടിക്കുമ്പോൾ എങ്ങനെയാണ്? കൂട്ടിക്കുമ്പോൾ തെറിപ്പാട്ടാ, അടി ഇടിയൊക്കെ ഉണ്ട്. ഇപ്പൊ കുടിയൊന്നുമില്ല, സമാധാനായി. പിന്നെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭയങ്കര ദേഷ്യ. കുടി മാറിയിട്ടുള്ളൂ. ഇപ്പൊ മലയുടെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുകി വരുമ്പോൾ കല്ലിട്ട് അടച്ചു നോക്കിയാൽ വേറെ സ്ഥലത്തോടെ പുറത്ത് കടി വരും. ഇയാൾക്ക് കുടി മാറി, പക്ഷെ എന്ത് മാറിയിട്ടില്ല? ഊട്ടുക്കത്തെ ദേഷ്യ. അവസാനം ഭാര്യ പറയും, ഇതിനേക്കാ ഭേദം കുടിക്കായിരുന്നു. കുടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കോൺവെന്റിൽ കിടന്നുള്ളൂ ആള്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് അത് നടക്കണമെങ്കിൽ യേശുവിന്റെ സ്പർശനം കിട്ടണം. ടോട്ടൽ ചേഞ്ച്. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ വായിച്ചേൻ. എഫേസോസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കും. 3 വാക്കുകൾ അവിടെ കാണാം. 1 വിശ്വാസം, 2 കൃപ, 3
രക്ഷ. വിശ്വാസം, കൃപ, രക്ഷ എന്ന് പറഞ്ഞേ. 3 വാക്കുകൾ പറഞ്ഞേ. വിശ്വാസം, കൃപ, രക്ഷ. ഇതൊന്ന് വീതം 3 നേരം കഴിക്കുക. ഏതാണ് 3 പറഞ്ഞ്? വിശ്വാസം, കൃപ. റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞേ. രക്ഷ, കൃപ, വിശ്വാസം. മുമ്പോട്ട് പറഞ്ഞേ. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഇനി എഴുന്നേറ്റ് പോരുത്. ഇപ്പം മൂത്രമൊഴിക്കാനൊക്കെ മുട്ടും, പുറത്തേക്ക് പോകാൻ തോന്നും, പോരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. യേശു ക്രിസ്തു, അവിടെ ക്രൂശിത രൂപമുണ്ട് അല്ലേ? ഇവിടെയുണ്ട് ക്രൂശിത രൂപം, അവിടെ വലിയ ക്രൂശിത രൂപ. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഞാനിപ്പോൾ, യേശു എനിക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചു, കാൽവരിയിൽ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ സത്യം ഞാൻ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ യേശുവിൽ നിന്നൊരു ദിവ്യമായ ശക്തി ഒഴുകി വരുന്നു. ആ ശക്തിയുടെ പേരാണ് കൃപ. ആ ശക്തി എന്നിലേക്ക് വരുമ്പോൾ ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നു. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരു ദിവ്യമായ ശക്തി വരികയാണ് അതിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സൗണ്ട് വേവ് ആംപ്ലിഫയറിൽ ചെന്ന് ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിൽ കേൾക്കുന്നു. അതല്ലേ അതിൻ്റെ തത്വം. ഞാൻ ഈ മൈക്ക് ഡിസ്കണക്ട് ചെയ്താൽ, ഈ മൈക്ക് ഡിസ്കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നല്ല ഇതുപോലെ ഇരിക്കണം. വിടരുത്. വിട്ടാൽ പിന്നെന്ത് കേൾക്കത്തില്ല? ശബ്ദം സ്പീക്കറിൽ കേൾക്കില്ല. കണക്ഷൻ വിട്ടു. നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടോ? അല്ല, വേറെ കണക്ഷൻ അല്ല ഞാൻ ചോദിക്കണേ. യേശുവിനോട് കണക്ഷൻ ഉണ്ടോ? വേറെ കണക്ഷൻ ഉള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിനോട് കണക്ഷൻ ഉള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ശ്രദ്ധയുണ്ട്, അല്ലെങ്കിൽ പെട്ടാനെ. അപ്പൊ യേശുവിനോട് കണക്ഷൻ, അതാണ് ആത്മീയത. ഇപ്പൊ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് അല്ലേ? കറണ്ട് ഒരു കമ്പിയിലൂടെ ഒഴുകി നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുന്നത് കൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ ലൈറ്റ് തെളിയുന്നേ? അതേത് വീട്ടിൽ തെളിയുന്നേ? വീടിന്റെ മുമ്പിൽ കൂടെ കറണ്ട് പോകുമ്പോൾ അവനവൻ്റെ വീട്ടിൽ ലൈറ്റ് തെളിയോ? പറഞ്ഞ എങ്ങനെയാ ലൈറ്റ് തെളിയുക? അവിടെ നിന്ന് എന്ത് വേണം? സർവീസ്, അല്ലെങ്കിൽ കണക്ഷൻ വേണ്ടേ? കണക്ഷൻ വേണം. അപ്പോഴാണ് നമ്മുടെ വീട്ടിലെ ഫാൻ കറങ്ങുന്നു, ലൈറ്റ് തെളിയുന്നു, AC പ്രവർത്തിക്കുന്നു, കറണ്ടിൻ്റെ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം പ്രവർത്തിക്കുന്നു. ഇനി കറണ്ടിനെ പറ്റി അറിയണമെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. 20 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ ചെയ്യാവൂ. ഒരു ആണി എടുക്കുക, വീട്ടിൽ ചെന്നിട്ട് മതി. പ്ലഗ് പോയിന്റ് വലതുവശത്തെ ഹോളിൽ ഇട്ട് നോക്കുക, സ്വിച്ച് ഓൺ ചെയ്ത്. അപ്പോൾ ഒരു ദിവ്യാനുഭൂതി ഉണ്ടാവും. ബാക്കി ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോവുക, അല്ലെങ്കിൽ അച്ഛനെ അറിയിക്കുക. അപ്പോൾ കാണാം ആരാണ് അകത്തിരിക്കണേന്നുള്ളത്. മനസ്സിലായോ? അന്ന് കറണ്ട്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ആരാന്നപ്പം മനസ്സിലാവും. വാട്ട് എ ട്രാജഡി എന്നോ, അയ്യോ അമ്മ ഓടിവാന്നൊന്നും പറയാൻ സമയം കിട്ടില്ല. അപ്പോഴേക്കും പല കാര്യങ്ങളും നടന്നിരിക്കും. ഇതാണ് കറണ്ട്. കണക്ഷൻ കിട്ടുമ്പോഴാണ് ഇങ്ങോട്ട് വരിക. ഇതുപോലെ യേശു എനിക്ക് വേണ്ടി ജനിച്ചു, യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, യേശു എൻ്റേതാണ്, അവനെ രക്ഷകന. ഈ സത്യം അംഗീകരിക്കുമ്പോൾ അയാളിലേക്ക് ഒരു ദിവ്യമായ ശക്തി വരുന്നു. ആ ശക്തിയുടെ പേരാണ് കൃപ. ഇത് വേറൊരു മതത്തിലും കാണൂല. ഈ ശക്തിയുടെ പ്രവാഹം മനസ്സിലാവണ്ട പറയുന്നത്. അതിവിടെയാണ്, ക്രിസ്തുവിലൂടെയാണ് വരുന്നത്. അതുകൊണ്ടാണ് യേശു ഏകരക്ഷകൻ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ശക്തി ഒഴുകുന്നത്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ. അത് ഓരോന്നും വിവരിക്കണം ശരിക്കും. എന്താണ് വിശ്വാസം? വിശ്വാസം എങ്ങനെ കിട്ടും? എന്താണ് കൃപ? കൃപയുടെ ഡെഫിനിഷൻ ഏതാണ്? എന്താണ് രക്ഷ? അതിന് കുറേ സമയം വേണം, പെട്ടെന്ന് പറ്റില്ല. ഇത് ഞാനിപ്പോൾ ബംഗാളികൾ ഭക്ഷണം ഉണ്ടാക്കണോണം അരിയും സവാളയും ഉരുളക്കിഴങ്ങ് ഒറ്റ അടിച്ച് തരണം. സമയമെടുത്ത് ചെയ്യേണ്ടതാണത്. പക്ഷെ നമുക്ക് സമയക്കുറവിൻ്റെയാണ് ഞാനിങ്ങനെ പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് തോന്നും അല്ലേ? മനസ്സിലാവണില്ലേ? 1-2 പേരുകളൊക്കെ ഉറങ്ങുന്നുള്ളൂ. ഇപ്പം 100 തേങ്ങ ഇട്ടാൽ 2 പേട്ട തേങ്ങ ഉണ്ടാവും. അതിലെനിക്ക് പ്രയാസമില്ല. 98 നല്ലതാണല്ലോ. അത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരുദ്ദേശിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പേട്ട തേങ്ങയുടെ കൂട്ടത്തിലാവരുത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഉറങ്ങരുത്. ഉറങ്ങി എങ്ങനെയാ? മരിച്ചു കിടക്കുന്ന ശവത്തിൻ്റെ വായിലേക്ക് തേനൊഴിച്ചാൽ ശവം വലിച്ചു കുടിക്കുമോ? എന്നാൽ തേനൊഴിക്കുന്ന ആൾ പ്രാണനും കൊണ്ട് ഓടും. ദൈവമേ, പിശാചി ചത്തിട്ടില്ല എന്ന് പറയും. അപ്പം നമ്മളതെങ്ങനെ ശരിക്കും ശ്രദ്ധിച്ച് വലിച്ചെടുക്കണം. അപ്പോഴാണ് പ്രയോജനപ്പെടുക, അല്ലെങ്കിൽ പ്രയോജനപ്പെടില്ല. അപ്പോൾ യേശു ക്രിസ്തു ഒന്നുകൂടെ വായിച്ചാൽ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? യാക്കോബായക്കാരുടെ ഇടയിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പണ്ട്. യാക്കോബായ സഭയിൽ
ഓർത്തഡോക്സ് സഭയിലും പ്രസംഗിക്കാൻ പോകും. അത് ചിലൊക്കെ എന്നോട് ചോദിക്കുന്നു, അത് ബ്രദറെ കത്തോലിക്കരുടെ അടുത്ത് മാത്രമല്ലേ പോവാവൂ? പക്ഷെ അങ്ങനെയല്ലേ യേശു പറഞ്ഞേനെ ചേട്ടായി. അപ്പോൾ അവർ ചോദിക്കും യേശു എങ്ങനെ പറഞ്ഞേനെ? യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ കത്തോലിക്കരോടും പ്രസംഗിക്കണം എന്നല്ല പുസ്തകത്തിൽ. പിന്നെയോ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനാണ്. അപ്പോൾ പിന്നെ അവർ മിണ്ടൂല്ല. എല്ലാവരോടും പറയണം സുവിശേഷം. പറയണമെങ്കിൽ ആദ്യം നമുക്ക് പതിയണ്ടേ നമ്മുടെ മനസ്സിൽ. ഈ യേശുവിനെ ശ്രദ്ധിക്കണം, യേശുവിനെ രക്ഷകനും നാഥനായി ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കൾ സ്വീകരിച്ചാലുണ്ടല്ലോ, യേശുവിന് പ്രധാനമായി ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറും. ജഡിക തിന്മകളിൽ വീണ് പോകില്ല. നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവും, പക്ഷെ നമ്മളൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഈ രാത്രി മൂഴിയിരുന്ന് പാവപ്പെട്ടവരുടെ സിനിമ കാണില്ല. പാവപ്പെട്ടവരുടെ സിനിമ എന്ന് പറഞ്ഞാൽ തുണി മേടിക്കാൻ കാശില്ലാത്തവരുടെ സിനിമ, അത് കാണില്ല. ഇത് മൊത്തം ഇങ്ങനെ ഇരുന്ന് പാതിരാക്കി വയ്ക്കുക ഇരുന്ന് കാണും. നിങ്ങളല്ല, ചില ആൾക്കാർ ഭയങ്കര ദാഹ, ആ അസുഖമൊക്കെ മാറും, നല്ല മിടുക്കിയായിട്ട് മാറും. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച ലിവിങ് ടുഗദർ ഇല്ലേ, അതൊക്കെ വിടും. അറിയാമോ, എയ്ഡ്സ് രോഗം ഭയങ്കര കൂടുന്നു. പാലക്കാട് ജില്ലയിൽ വളരെയധികം വർദ്ധിച്ചു. എറണാകുളത്തും ആലുവയിലും കൂടുതൽ. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് 15 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾക്ക്. പിന്നെ വീട്ടമ്മമാർക്കും കൂടുന്നു. ഗവൺമെന്റ് പറയുന്നു കോണ്ടം ഉപയോഗിക്കൂ, എയ്ഡ്സ് തടയൂ. നടക്കൂല. എയ്ഡ്സിൻ്റെ ആണ് അതിസൂക്ഷ്മമാണ്. വേണ്ടാത്ത പണിക്ക് പോണ്ട, ജീവിതം കോഞ്ഞാട്ടയോ. മാളയിൽ നിന്ന് 2 ചെറുപ്പക്കാർ 10 കൊല്ലം മുമ്പ് വന്ന് ഞാൻ കണ്ടു, ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടിരിക്കുന്നു. ഇങ്ങനെ കൈ ഉയർത്തിയപ്പോൾ ഈ ഷർട്ടിൻ്റെ കൈ ഇങ്ങോട്ട് മാറിപ്പോയിപ്പോൾ ഇവിടെ വ്രണങ്ങൾ. അപ്പം ഞാൻ വേറെ ബ്രദറോട് ചോദിച്ചു, ഇത് എന്താ ആൾക്ക് എയ്ഡ്സാ? 2 ആളും ബോംബെയിലെ ഡ്രൈവർമാരായിരുന്നു, അവിടെ നിന്ന് കിട്ടിയതാ. ശരീരം ദൈവത്തിൻ്റെ ആലയം. യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ശരീരം ദൈവത്തിൻ്റെ ആലയമായി കൊണ്ട് നടക്കണം. ശരീരത്തിന് നല്ല വൃത്തിയും വേണം, വിശുദ്ധിയും വേണം. മലയാളികളായ നേഴ്സുമാരെയാണ് വടക്കേന്ത്യയിൽ ഭയങ്കര ഇഷ്ടം. കാരണം നമ്മുടെ മലയാളികളായ നേഴ്സുമാർ 2 നേരം കുളിക്കും. മറ്റവിടെ പെർഫ്യൂം അടി മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടുകാർക്ക് അത് കൂടി തുടങ്ങി. മൈക്കൊക്കെ കൈപ്പിടിച്ച് ഒരു പെൺകുട്ടികളുടെ അടുത്തോടെ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതാ, ഒരുത്തിയോട് ചോദിക്കുന്നു, എത്ര ദിവസം കുളിക്കാതെ പിടിച്ചു നിൽക്കാം? അതിൽ ഇടുക്കിക്കാരി പറഞ്ഞതാണ് 6 ദിവസം വരെ ആവാം. ഞാൻ അപ്പോൾ ഓർത്തു, അവളെ കല്യാണം കഴിക്കാൻ വരുന്ന ഭർത്താവിൻ്റെ അവസ്ഥ. ക്ലോറോഫോന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ബോധം കിട്ടും. പ്രിയപ്പെട്ടവരെ, വൃത്തി നല്ലതായിരിക്കട്ടോ. ശരീരത്തിന് നല്ല വൃത്തി വേണം. പെർഫ്യൂം പോരാണ്ട് വരും, കുളി തന്നെ വേണം. സായിപ്പന്മാർക്ക് ടിഷ്യൂ മതി. നമുക്ക് നല്ലോണം വെള്ളം വേണം. എല്ലാവരും ഇല്ലേ ഇവിടെ? വേറെ അധികം ധ്യാനിക്കണ്ട, ഇത്തരം ഓർത്താൽ മതി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശരീരം നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. വൃത്തി മനസ്സിലായോ? എയ്ഡ്സ് മാത്രമല്ല, ഗൊണോറിയ, സിഫിലിസ്, ഇതൊക്കെ ലൈംഗിക രോഗങ്ങളാണ്. അതൊന്നും പെടരുത്. എൻ്റെ അടുത്ത് വന്നൊരു ടീച്ചർ എന്നോട് പറഞ്ഞ, നന്ദു ബ്രദറെ, എനിക്ക് അയാളെ വേണ്ട. ആരെ വേണ്ട? എൻ്റെ ഹസ്ബൻഡ്. എന്തി? അയാളോട് കൂടെ ഞാൻ കിടന്നാൽ പിന്നെ എനിക്ക് ചൂറിച്ചില്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും രോഗം ഉണ്ടാവും. ആ സ്ത്രീ ഉപയോഗിച്ചൊരു വാക്ക്, അതെനിക്ക് മൈക്കിൽ പറയാൻ പറ്റില്ല. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഗൊണോറിയാണ്, ലൈംഗിക രോഗങ്ങളാണ്. അപ്പം ടീച്ചർക്കും പിടിപെട്ടു. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴേക്കും ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. എന്താണ്? എയ്ഡ്സ് ഇല്ല, ഗൊണോറി ഇല്ല, കാണിച്ച സർട്ടിഫിക്കറ്റ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നേരെ ചൊവ്വേ ജീവിച്ചാൽ രക്ഷപ്പെടാം. എൻ്റെ വീടൊരു ഗ്രാമത്തിലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സഹോദരി എയ്ഡ്സ് രോഗമാണ്. ബോംബെയിൽ ഒരാളെ കല്യാണം കഴിച്ച ആൾ ചത്തു, പുള്ളിക്കാരിക്ക് എയ്ഡ്സാണ്. വേറൊരാൾ കിഡ്നി പേഷ്യൻ്റായിട്ട് മരിച്ചെന്ന് പറഞ്ഞ്, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ആൾ എൻ്റെ അടുത്ത് വന്നു, നന്ദു ബ്രദറെ, എനിക്ക് എയ്ഡ്സ് ഉണ്ടോ? എവിടെ നിന്ന് കിട്ടി? ബോംബെയിൽ ഞാൻ പോയല്ലേ, അന്ന് കിട്ടിയതാ. റെഡ് സ്ട്രീറ്റ്, ബോംബെയിലെ റെഡ് സ്ട്രീറ്റ്, ബാൻഡ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനം നടത്താൻ എന്നെ വിളിച്ചൊരു ചേട്ടായോട് പറഞ്ഞു, എനിക്ക് റെഡ് സ്ട്രീറ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ആളെന്നെ കൊണ്ടുപോയി. അതിലെ പോകുമ്പോൾ സ്ത്രീകൾ അവിടെ നിൽക്കുന്നതാണ്. അവർ നമ്മൾ വിളിക്കും അങ്ങോട്ട്, ചുണ്ടിങ്ങനെ കടിച്ച് നമ്മൾ വിളിക്കും. എനിക്കങ്ങനെ ചിരി വന്നില്ല പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളില്ലേ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിനെന്ന് ഓർക്കൂ. അങ്ങനെയുള്ള നമ്മുടെ സഹോദരിമാർ ഏതെങ്കിലും പ്രേമബന്ധത്തിലൊക്കെ പെട്ട് അവരെ കൊണ്ട് വിറ്റതാണ് അവിടെ. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് കരുണയാണ് തോന്നേണ്ടത്. സാധുക്കളായ സ്ത്രീകൾ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വിഷമിക്കുന്നവർ,
ആരും അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു മായമേ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആയമേ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. സമൂഹം അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ആൺകുട്ടികൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, നമ്മളായിട്ട് ഒരു 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 പെൺകുട്ടിയും ചീത്തയായി പോകരുത്. നിർമ്മലമായി ജീവിക്കണം. യേശുക്രിസ്തു പഠിപ്പിച്ചതാണത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. മൊമെൻ്ററി പ്ലഷേഴ്സ് അപകടങ്ങൾ വിളിച്ചു വരുത്തും. ലിവിങ് ടുഗദർ അപകടങ്ങൾ വിളിച്ചു വരുത്തും. രോഗം മാത്രമല്ല, നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുന്നതാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇതാണ് സുവിശേഷത്തിൻ്റെ കാതൽ. ലോകത്തിലെ ഏത് പുസ്തകം പഠിപ്പിക്കുന്നു ഇങ്ങനെ മനുഷ്യനെ വിശുദ്ധിയിലേക്ക്, സാൻമാർഗികതയിലേക്ക് നയിക്കുന്ന പുസ്തകം? നിങ്ങളൊന്ന് കാണിച്ചു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇന്നും ഈ ആധുനിക ലോകത്തെ വെല്ലുവിളിക്കുന്ന ആശയങ്ങൾ. നമ്മുടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കാണോ ശത്രുവിനെ ഉപദ്രവിക്കാൻ പറയുന്നത്? കാണില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ കാണുന്ന സിനിമ അല്ലെങ്കിൽ മറ്റു മതങ്ങളിലുള്ള ചില മതത്തിലൊക്കെ പറയും കഴുത്തറുത്ത് കൊന്നാ സ്വർഗം ഉറപ്പാന്ന് പറയുന്നത്. ഏത്? നമ്മളുടെ അല്ല, കണ്ടവൻ്റെ കഴുത്തറുത്ത. ബൈബിളിൽ കാണിക്കാൻ പറ്റുമോ? ബൈബിളിൽ പറയുന്നത് എന്താണ്? ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് പറയുന്നത്. എൻ്റെ മോൻ ഇമ്മാനുവേൽ ആദ്യ കുർബാന സ്വീകരണത്തിന് പഠിക്കാനായിട്ട് പള്ളിയിൽ പോയി വന്നപ്പോൾ ഈ ഫാനിൻ്റെ പെഡസ്റ്റൽ ഫാനിൻ്റെ ഓസിലേഷൻ പോയ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കുള്ളൂ, കണ്ടിട്ടില്ലേ? അതുപോലെ കഴുത്ത് ഇങ്ങോട്ട് തിരിയാൻ പറ്റാണ്ട് വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പറ്റിയേ? എന്നെ ഒരു തടിയൻ എൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു ഓടിച്ചു. അച്ഛാ, എന്നെ അച്ഛാന്ന് വിളിക്കുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ ആകെ നീര് വന്നിരിക്കുന്നു. ആരാടത് ചെയ്തേ? ഒരു തടിയൻ സ്കൂട്ടറിൽ കയറാന്ന് പറഞ്ഞു. അവൻ ചോദിച്ചാൽ എങ്ങോട്ട്? അവൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ അവിടെയൊന്നും പോണ്ട, നീ എന്തെങ്കിലും അവനെ ചെയ്തിട്ടുണ്ടാവും. ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കഴുത്ത് ഓടിച്ചു. സ്കൂട്ടറിൽ കയറ്റി. അവൻ എന്ത് ചെയ്താൽ സ്കൂട്ടറിൽ കയറില്ല. എടാ, ഞാൻ അവിടെ പോയി തെറി പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ തെറിയൊന്നും പറയില്ല, എന്നാലും പോണ്ട, കയറി പറഞ്ഞ നേരം കൊണ്ട് അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ അപ്പുറത്തോട്ടത്തിൽ കൂടെ ഓടണം. അവൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഈ കഴുത്ത് കണ്ട. അമ്മ അവനെ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്നു. ഞാൻ അവനോട് ചോദിച്ചു, നീ ഇമ്മാനുവേലിൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചോ? അവൻ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഞാൻ കഴുത്ത് തിരിച്ചെന്ന് പറഞ്ഞു. നീ വെള്ളം ഒഴിച്ചോടാ? നമുക്ക് CCTV നോക്കാം, ഞാൻ വെള്ളം ഒഴിച്ചോന്ന് കാണാമല്ലോ. അപ്പം മറ്റേ പറഞ്ഞു, CCTVയിലൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പള്ളിയിൽ തല്ലുകൂടാൻ പോകുന്ന നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോണ ആൾക്കാരല്ലേ, തല്ല പിടിക്കരുതിട്ടെന്ന് പറഞ്ഞ് 1-2 വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോന്നു. കുട്ടികളല്ലേ, അതൊക്കെ ഉണ്ടാവും എന്നറിയാം. പിന്നെ കുഴമ്പൊക്കെ തേച്ചത് ഓക്കെ. കുർബാന സ്വീകരണത്തിൻ്റെ ആ ദിവസം എൻ്റെ മോൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് കോട്ടും സൂട്ടിട്ട് നിൽക്കണം. കറുത്ത പാൻസും വെളുത്ത ഷർട്ടും, ഡ്രസ് കോഡ് ഉണ്ട്, കോട്ടും സൂട്ടും. അല്ല, അത് കഴിഞ്ഞിട്ട് ഇട്ടൂടെ? അത് കഴിഞ്ഞിട്ട് ഇട്ടോന്ന് പറഞ്ഞ് അവരെ വാങ്ങിക്കൊടുത്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. കോട്ടും സൂട്ടൊക്കെ ഇട്ട് ആൾ അന്നത്തെ ഫംഗ്ഷൻ കഴിയുന്നതോടുകൂടെ ഞാൻ പറഞ്ഞു, ഉണ്ണി, നീ പറഞ്ഞില്ലേ ഒരു ഫുട്ബോൾ വേണമെന്ന്? അച്ഛൻ, ഞാനൊരു ഫുട്ബോൾ കണ്ടുവച്ച എൻ്റെ ഒരു കടയിൽ, പക്ഷേ 700 രൂപയാവും. 700 റുപ്പീസ് ഉണ്ടാവോ? നോക്കാം. അത് കഴിഞ്ഞ് കാറിൽ കയറ്റി അവനെ ഈ കടയിലേക്ക് കൊണ്ടുപോയി. ഇഷ്ടപ്പെട്ട പന്ത് വാങ്ങി. ഞാൻ പറഞ്ഞു, സമ്മാന പൊതിയായിട്ട് പൊതിയെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിനോട് ചോദിച്ചു, എന്തിനാ അച്ഛൻ സമ്മാന പൊതി? ഇപ്പനെ കളിക്കാൻ പോലെ, എന്നാലും ഇരിക്കട്ടടാ. തിരിച്ചു വരുമ്പോ കാറില്ല, കഴുത്തി തിരിച്ചവൻ്റെ അടുത്തേക്ക് കാറ് തിരിഞ്ഞപ്പോൾ മോൻ ചോദിച്ചത് എങ്ങോട്ടാ വണ്ടി പോണെന്ന് ചോദിച്ചു. കഴുത്തി തിരിച്ചവൻ്റെ അടുത്തേക്ക്. അതെന്തിനാ? സമ്മാനം നിനക്കല്ല, അവനാണെന്ന് പറഞ്ഞു. അത് അവനൊരു പ്രോത്സാഹനാവില്ല അച്ഛാന്ന് ചോദിച്ചു. എത്തിരി പെട്ടെന്ന് മറുപടി പറയുന്നോ? കഴുത്ത് തിരിച്ചവര് പന്ത് മേടിച്ചു കൊടുത്താൽ കൈയും കാലം തല്ലി ഓടിച്ചാൽ സൈക്കിൾ ഓടിച്ചു കൊടുക്കണ്ടെന്നാണ് ഈ ചോദിക്കണേ. എൻ്റെ അർത്ഥം പിള്ളേരുടെ ചിന്ത പോണുണ്ടോ? നീ വല്ലാണ്ട് കിഴക്കോട്ട് പോണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാറ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ കാർ ഞാൻ തിരിച്ചിട്ട് ഓപ്പോസിറ്റ് ഇട്ടു. എന്നിട്ട് കാറിൻ്റെ അകത്തെ മിററിൽ നിന്ന് കാണാം പുറത്തിറങ്ങി പോകുന്നത്. ഞാൻ പറഞ്ഞു, നീ പുറത്തിറങ്ങി പോകുന്നത് എനിക്ക് കാണണം. പന്ത് കൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയാം, ഗോഡ് ബ്ലെസ് യു എന്ന് പറയണം. പറയാൻ പറ്റുമോ നിനക്ക്? അച്ഛൻ പറഞ്ഞാ ഞാൻ ചെയ്യാം. കരഞ്ഞു പിടിക്കുക ആള്. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യണ്ട. ഈശോ അങ്ങനെ ബൈബിളിൽ പറയണേ, നമ്മളെ വിഷമിപ്പിക്കുന്നവരെ സ്നേഹിക്കണം. അതാണ് സുവിശേഷത്തിന്റെ എസൻസ്. കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. ആള് സെറ്റപ്പായി കാറ് തുറന്ന് ഇറങ്ങി. എനിക്ക് കാറിൻ്റെ ഡോറിൽ നിന്ന് കാണാം, പിന്നെ ഈ മിററിൽ കാണാം അവൻ്റെ ഡോറിൽ അവിടെ നിൽക്കുക. അവൻ നോക്കി, ഇപ്പം എന്ത് പൊല്ലാപ്പാണെന്ന് അറിഞ്ഞുകൂടാലോ. പന്ത് കൊടുത്തിട്ട് അവനും ആദ്യ കുർബാന സ്വീകരണം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഗോഡ് ബ്ലെസ് യു. അവർ 1-2 മിനിറ്റ് വർത്താനം പറഞ്ഞു. ഓടി അവൻ എൻ്റെ അടുത്ത് വന്നു. എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ എൻ്റെ കാറിൽ നിന്ന് കണ്ണ് നിറയുമ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കണ്ണുനീര് തുടച്ചിട്ടു. എന്താ അച്ഛൻ കരയണേ? ഞാൻ പറഞ്ഞു, ഉണ്ണിയുടെ അച്ഛൻ മരിച്ചു പോവും, ഉണ്ണിയുടെ അമ്മ മരിച്ചു പോവും, ഉണ്ണി തനിച്ച് ലോകത്താവുമ്പോൾ
നമ്മളെ ഉപദ്രവിക്കുന്നവരും കളിയാക്കുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും ധാരാളമുണ്ടാവും. അവിടെയൊന്നും നമ്മൾ കീഴടങ്ങാൻ പാടില്ല. മനുഷ്യനെ സ്നേഹിച്ച് തോൽപ്പിക്കണം. സ്നേഹം കൊണ്ടാണ് മനുഷ്യനെ നേടേണ്ടത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും. സമയം കഴിഞ്ഞു, ഞാൻ പോട്ടെ. ഇതാണ് ഇതിൻ്റെ എസെൻസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ നല്ല ചെറുപ്പല്ലേ. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ പതിയട്ടെ. ധാരാളം നന്മകളുണ്ടാകട്ടെ. യേശു അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.